ന്യൂസ് ടുഡേ ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. Flexi Electronics and Home Appliances. Flexi. Life easy. മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കി തെളിവ് സിഡിയുമായി സരിത സോളാർ കമ്മീഷന് മുൻപിൽ. സിഡിയിലുള്ളത് ബെന്നി ബെഹന്നാന്റെയും തമ്പാനൂർ രവിയുടെയും സലിം രാജിന്റെയും സംഭാഷണങ്ങൾ. ശ്രീധരൻ നായരെ കണ്ടില്ല എന്നുള്ള കേസ് തന്നെ. ശ്രീധരൻ നായരെ കണ്ടില്ല എന്നാണ് ഞാൻ മൊഴി പറയേണ്ടത് അല്ലേ? യഥാർത്ഥത്തിൽ എന്താണ് സാറിന് അറിയാലോ. എന്റെ തെളിവുണ്ട് അതിന്റെ. തെളിവ് നശിപ്പിക്കാൻ വ്യവസായി എബ്രഹാം കളമനൽ നിർദ്ദേശിക്കുന്ന ദൃശ്യങ്ങളും പുറത്ത്. തെളിവ് വ്യാജമെങ്കിൽ കേസെടുക്കാൻ സർക്കാരിനെ വെല്ലുവിളിച്ച് സരിത. എ.പി. അബ്ദുള്ളക്കുട്ടിക്കെതിരെ കേസ് കൊടുത്തത് തമ്പാനൂർ രവി പറഞ്ഞിട്ടെന്ന് സരിത. ഉന്നതർ ശാരീരികവും മാനസികവുമായി പീഡിപ്പിച്ചു. കേസിന് പിന്നിൽ ചീഞ്ഞ സംഭവങ്ങളെന്ന് അബ്ദുള്ളക്കുട്ടി. സിഡിയിൽ തിരിമറി നടന്നുവെന്ന് ബെന്നി. ഉമ്മൻചാണ്ടിക്ക് കാണ്ടാമൃഗത്തിന്റെ തൊലിക്കെട്ടിയെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ഉമ്മൻചാണ്ടിക്ക് മാര്യാടനമെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ഹർജി. തൃശൂർ വിജിലൻസ് ജഡ്ജി എസ് വാസൻ VRS അപേക്ഷ പിൻവലിച്ചു. അനുനയം ഹൈക്കോടതി ന്യായാധിപന്മാരുടെ ആശയവിനിമയത്തെ തുടർന്ന് തീരുമാനം ഹൈക്കോടതി രജിസ്ട്രാറെ അറിയിച്ചു. തിരുവനന്തപുരം കടക്കാവൂരിൽ യുവാവിനെ പട്ടാപ്പകൽ നടുറോട്ടിലിട്ട് തല്ലിക്കൊന്നു. കൊലയ്ക്ക് പിന്നിൽ മുൻവൈരാഗ്യമെന്ന് സൂചന. കൊല്ലപ്പെട്ടത് വക്കം സ്വദേശി ഷബീർ. ദേശീയ സ്കൂൾ കായികമേളയിൽ കേരളം കിരീടത്തിലേക്ക്. 4ാം ദിവസവും കേരളത്തിന്റെ മെഡൽ കൊയ്ത്ത്. ഇന്ന് മാത്രം 8 സ്വർണം. റിലേയിൽ കേരളത്തിന് 2 സ്വർണം. സോളാർ ഇടപാടിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പ്രതിരോധത്തിലാക്കുന്ന നിർണായക തെളിവുകൾ സരിത എസ് നായർ ജുഡീഷ്യൽ കമ്മീഷൻ മുൻപാകെ സമർപ്പിച്ചു. ബെന്നി ബെഹന്നാനും തമ്പാനൂർ രവിയും നടത്തിയ ഫോൺ സംഭാഷണങ്ങളാണ് പ്രധാനമായും സിഡിയിലുള്ളത്. സർക്കാരിന് സഹായകരമായി സോളാർ കമ്മീഷന് മുന്നിൽ മൊഴി നൽകണമെന്ന് ബെന്നി ബെഹന്നാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ ശ്രീധരൻ നായരെ മുഖ്യമന്ത്രി കണ്ടതില്ല എന്നതടക്കമുള്ള കള്ളങ്ങൾ പറഞ്ഞിട്ടും താൻ മാത്രം അധിക്ഷേപിക്കപ്പെടുകയാണെന്ന് സരിത മറുപടി നൽകി. അതിനകത്ത് ബന്ധപ്പെട്ടായിരുന്നോ? ഞാൻ ആരുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. സാറിനെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. സാറിനെ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. ഏതായാലും സഹായകരമായ നിലപാടെടുക്കുക. സഹായമായ നിലപാടെന്ന് പറഞ്ഞാൽ ഒരു സൈഡ് മാത്രം മതിയോ? ഞാൻ ഈ കേസിനകത്ത് മൊത്തം അത് ഫേസ് ചെയ്യേണ്ടി വരുന്നതല്ലേ? അതെന്താ സാറ് ചിന്തിക്കാത്ത? 48 കേസ് എനിക്കുണ്ട്. ഈ 48 കേസിനകത്ത് ഈ മൊഴി വാലിഡ് ആവും. അതില് പറഞ്ഞത് ഞങ്ങളെല്ലാവരും ഇത് കഴിഞ്ഞിട്ട് അവിടെ ഉണ്ടല്ലോ. 9ാമത്തോടെ വേണ്ടതുണ്ടല്ലോ. ഇതിനകത്ത് അവസാനം ലാസ്റ്റ് എനിക്ക് ഞാൻ മാത്രം ഉത്തരം പറയേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് അതൊന്നും ഉണ്ടാവത്തില്ല. അത് ഉണ്ടാകത്തില്ലെന്ന് ഞാൻ ഈ എന്ത് കണ്ട് ഞാൻ വിശ്വസിക്കണം? ഓരോരുത്തരുടെ അടുത്ത് എന്തെല്ലാം വാഗ്ദാനം പറഞ്ഞിട്ട് മാറി നിൽക്കുന്നത്. സാറ് എന്നെ ആലോചിച്ച് നോക്ക്. അവരുദ്ദേശിക്കുന്നത് പത്രക്കാരും സമൂഹം ഉദ്ദേശിക്കുന്നതൊന്നും ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ മാത്രം ചീത്തയാവുന്ന സിറ്റുവേഷനാണ്. ഞാൻ പറഞ്ഞല്ലോ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. എനിക്ക് നന്നായിട്ട് വ്യക്തമായിട്ട് എനിക്കെല്ലാം മനസ്സിലായി വരുന്നുണ്ട്. എനിക്ക് പിക്ചർ എല്ലാം മനസ്സിലായി വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഈ അബ്ദുള്ളക്കുട്ടിയുടെ കാര്യത്തിൽ തന്നെ ഉമ്മൻചാണ്ടി സാർ പറഞ്ഞു ഇനിയും ഞാൻ എന്തെങ്കിലും ആരോപണം പറഞ്ഞാൽ അത് ഇതുപോലെ കളയാൻ. അങ്ങനെയല്ല, എവിഡൻസ് സഹിതമുള്ള കാര്യങ്ങൾ എന്റെ കയ്യിലുള്ളൂ. ശ്രീധരൻ നായരെ കണ്ടില്ല എന്നുള്ള കേസ് തന്നെ. ശ്രീധരൻ നായരെ കണ്ടില്ല എന്നാണ് ഞാൻ മൊഴി പറയേണ്ടത് അല്ലേ? യഥാർത്ഥത്തിൽ എന്താണ് സാറിന് അറിയാലോ. എന്റെ തെളിവുണ്ട് അതിന്റെ. അപ്പൊ പിന്നെ ഞാൻ എന്റെ തെളിവുണ്ട് സാറേ. എന്റെ വീഡിയോ ഇവർ തമ്മിൽ സംസാരിക്കുന്നതിന് ഞാൻ അന്ന് പോയപ്പോ ഞാൻ അതിന്റെ രീതിക്ക് എടുത്തതല്ല. ഒരു ഇൻവെസ്റ്റർ വന്നപ്പം സാറിന് കാണാമെന്ന് പറഞ്ഞു. സാർ അതിനെപ്പറ്റി സംസാരിക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇവിടെ വിളിച്ചോണ്ടിരുന്നപ്പോ സാറ് സംസാരിക്കുന്നത് ഞാൻ ആ ഒരു ക്യൂരിയോസിറ്റിയുടെ മണ്ടയ്ക്ക് എടുത്തതല്ല. അല്ലാതെ ഇങ്ങനൊരു ഫ്യൂച്ചറിൽ ഇങ്ങനൊരു വിഷയം വരുമെന്ന് പറഞ്ഞ് എടുത്തതല്ലത്. എന്നിട്ടും ഒരുമാതിരി ഞാൻ മാത്രം എല്ലാത്തിനകത്തും നിന്നു ഞാൻ എല്ലാത്തിനകത്തും ഉത്തരം പറയാന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സാറ് തന്നെ ആലോചിക്കും. എന്റെ സിറ്റുവേഷൻ സാറ് തന്നെ ആലോചിക്കും. എനിക്ക് 2 കൊച്ചു പിള്ളേരുണ്ട്. പൈസ പറഞ്ഞു പലരും പൈസ കൊണ്ടുപോയി. ഞാൻ എങ്ങനെ ഇന്ന് ജീവിക്കുന്നതെന്ന് സാർ അന്വേഷിക്കുന്നുണ്ടോ? ആരും അതൊന്നും അന്വേഷിക്കുന്നില്ല. എന്നിട്ട് പറഞ്ഞു ഗവൺമെന്റിനെ സഹായിക്കും. എന്ത് സഹായിക്കാനാ? ഞാൻ സഹായിച്ചതിന് എനിക്ക് എന്താണ് എന്റെ പ്രൊട്ടക്ഷന് എനിക്ക് മേലുള്ള പ്രൊട്ടക്ഷൻ എന്താ? ഡിവൈഎഫ്ഐക്കാരും കമ്മ്യൂണിസ്റ്റുകാരും കൂടെ കുതിര കയറുന്ന ഒരു സിറ്റുവേഷനിലോട്ട് എന്നെ കൊണ്ട് എത്തിക്കാന്നല്ലാതെ ഇതുകൊണ്ട് എനിക്ക് എന്ത് ലാഭം ഉള്ളത്? ഞാൻ പൈസയുടെ കാര്യമൊന്നും ഞാൻ ചോദിച്ചില്ല. എനിക്ക് എന്താണ് എന്നെ ഇന്നലെ തന്നെ ഒരു ചെറിയ ഇൻസിഡന്റിൽ അബ്ദുള്ളക്കുട്ടിയുടെ കാര്യത്തിൽ പോലും സപ്പോർട്ട് ഞാൻ കണ്ടു. ഒന്നും മിണ്ടാതിരിക്കാന്നായിരുന്നല്ലോ അല്ലേ? എന്നെ കുറച്ചൊരു ചീത്തയാക്കിയിട്ട് ഒന്നും നേടാനില്ലായിരുന്നല്ലോ. അങ്ങനെ പോലും ഫേവർ ചെയ്യാത്തവരാണ് ഇനി സോളാർ കമ്മീഷനിൽ ഫേവറബിൾ ആയിട്ട് മൊഴി കൊടുത്തു കഴിയുമ്പോൾ ബാക്കി ചെയ്യാൻ പോകുന്നത്. അബ്ദുള്ളക്കുട്ടിയുടെ FIR ഞാൻ അത് റദ്ദാക്കാൻ ഞാൻ പോകണോ അതോ ഇത് കണ്ടിന്യൂ ചെയ്യണോന്ന് കൂടെ സാറൊന്ന് അന്വേഷിച്ചിട്ട് പറയണം. അയ്യോ അത് റദ്ദാക്കണം കേട്ടോ. അല്ല ഇപ്പൊ ഇങ്ങനെ അയാള് ഒന്നും ചെയ്തില്ല. അയാള് വലിയ
ഇതായിട്ടൊക്കെ സംസാരിക്കുന്നു, CM സപ്പോർട്ട് ചെയ്യുന്നു, അങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷൻ ഞാനെന്തിനാ സാറേ ഞാൻ നാണം കണ്ടു. എനിക്ക് ഇവിടെ ജീവിക്കണ്ടേ? എല്ലാരും സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ മതി. ഞാൻ എന്റെ കൂടെ കാര്യം ഞാൻ തറ കിടക്കുന്ന റോഡിൽ കിടക്കുന്നൊന്നുമല്ലല്ലോ. ഇത്രയൊക്കെ ഞാൻ സഹിച്ചില്ല എല്ലാവർക്കും വേണ്ടിട്ട്. ചുമ്മാ എന്നെ അങ്ങനെ വിഷമിപ്പിക്കരുതെന്ന് പറയണം. എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടാണ്. ഇന്ന് വൈകുന്നേരം അറിയണം. 10 മണിക്ക് എനിക്ക് മൊഴി കൊടുക്കാതെ പ്രിപ്പയർ ചെയ്യാൻ സമയം വേണം. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരുമായുള്ള സരിതയുടെയും സഹായികളുടെയും സംഭാഷണത്തിന്റെ കൂടുതൽ തെളിവുകൾ പുറത്തുവന്നു. തെളിവുകൾ പുറത്തുവരണമെന്നാവശ്യപ്പെട്ട് വ്യവസായി എബ്രഹാം കലമണ്ണിൽ നടത്തിയ സംഭാഷണത്തിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. മുഖ്യമന്ത്രിയെ കണ്ട ശേഷമാണ് സംസാരിക്കുന്നതെന്ന് എബ്രഹാം കലമണ്ണിൽ പറയുന്നതാണ് വീഡിയോ. സോളാർ കമ്മീഷനിൽ മൊഴി നൽകി തിരുവനന്തപുരത്തേക്ക് മടങ്ങും വഴി വ്യവസായിയായ എബ്രഹാം കലമണ്ണിലുമായി നടത്തുന്ന സംഭാഷണത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. സരിതയുടെ സഹായി വിനുവാണ് നിലമേലിൽ വെച്ച് എബ്രഹാം കലമണ്ണിലുമായി സംസാരിക്കുന്നത്. റോഡരികിൽ വെച്ചാണ് കൂടിക്കാഴ്ച. മുഖ്യമന്ത്രിയെ കണ്ട ശേഷമാണ് താൻ സംസാരിക്കുന്നതെന്നും തെളിവുകൾ നശിപ്പിക്കണമെന്നും കലമണ്ണിൽ ആവശ്യപ്പെടുന്നത് ദൃശ്യങ്ങളിലുണ്ട്. അത് ഇല്ല എന്നുള്ളത് പിന്നെ മനുഷ്യനാവെന്ന് പറയാൻ പാടില്ല. അങ്ങനാണല്ലോ കാര്യം പറയാനാണല്ലോ. അതോ അതിനെന്താണ് ചെയ്യാന്നുള്ളതാണ് പറയുന്നത് അല്ലേ? അതുകൊണ്ടാണ് ഞാൻ ഉറപ്പിക്കുന്നത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണോ സാർ? ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. അത് മാത്രം എനിക്കറിയാം. അതെ, ഞാൻ പറഞ്ഞിട്ടാണെന്ന് മാത്രം വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് മാത്രമേ. പിന്നെ ഒരാൾ സംസാരിക്കുന്നത് ഒരു കാര്യമാണ്. ഞാൻ അറിഞ്ഞത് പറഞ്ഞു അവിടെ നിന്നൊക്കെ കാശ് പോയിട്ടുണ്ട്, അതിങ്ങനെ വന്നിട്ടില്ല എന്ന് കാര്യം തന്റെ സർവീസ് അന്വേഷണത്തിന്റെ ഭാഗമായി അനുകൂല മൊഴിക്ക് വേണ്ടിയാണ് സലിം രാജ് സരിതയെ വിളിക്കുന്നത്. പിന്നെ 2011 മുഖ്യമന്ത്രി ദുരിതാശ്വാസ 2 ലക്ഷം രൂപ സംഭാവന കൊടുക്കുന്നതായി നിങ്ങൾ മുഖ്യമന്ത്രി ഓഫീസിൽ പോയപ്പോഴാണ് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനായിട്ട് എന്നെ പരിചയപ്പെട്ടതെന്ന് നിങ്ങൾ മൊഴി നൽകിയിട്ടുണ്ട്. അത് ശരി തന്നെയാണല്ലോ ചോദിക്കും. അത് ഞാനൊന്നും പറഞ്ഞു കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ മറ്റേ കടപ്പളാമറ്റത്ത് വെച്ചാണ് മറ്റേ ഡയറക്ടർ പരിചയപ്പെടുന്നത്. അത് കുഴപ്പമില്ല, അത് നമുക്ക് ഈ പ്രശ്നമാക്കേണ്ടത് കുഴപ്പമില്ല. പിന്നെ അടുത്തത് എന്നെ കൂടാതെ നിങ്ങൾ മുഖ്യമന്ത്രി ഓഫീസിലെ ജോബ് ചിക്കുമ്പോഴുമായി പരിചയപ്പെട്ടിട്ടുണ്ടെന്നും പലതവണ ഫോണിൽ കൂടി സംഭാഷണം നടത്തിയിട്ടുണ്ടെന്നും നിങ്ങൾ കൊടുത്ത മൊഴി പറഞ്ഞത് ശരിയാണോ? ആണ്. സരിതയുടെ മൊഴികൾ സാധൂകരിക്കുന്നതാണ് പുറത്തു വന്നിരിക്കുന്ന തെളിവുകൾ. ഇതോടെ സർക്കാർ വാദം കൂടുതൽ ദുർബലമാവുകയാണ്. സോളാർ കമ്മീഷനിൽ നിന്നും MS അനീഷ് കുമാർ, റിപ്പോർട്ടർ. ഈ വിഷയത്തിൽ ശ്രീ A. ഷുക്കൂർ, അഡ്വക്കേറ്റ് ജയശങ്കർ, എലഗൻസ് ബിനോയ്, അഡ്വക്കേറ്റ് രാജേന്ദ്രൻ, VS സുനിൽകുമാർ MLA തുടങ്ങിയവർ ചർച്ചയിൽ. ആദ്യം ശ്രീ A. ഷുക്കൂർ, ഇതുവരെ ഞങ്ങൾക്കറിയില്ല സരിതയെ എന്നുള്ളതായിരുന്നു പ്രതിരോധം. ഒരു തട്ടിപ്പുകാരി, ഇവിടെ ആ തട്ടിപ്പുകാരിയെ കോൺഗ്രസ് നേതാക്കൾ മാനേജ് ചെയ്യുന്നതിൻ്റെ കൂടുതൽ തെളിവുകൾ ഘട്ടം ഘട്ടമായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ നിലപാട് എന്താണ്? ഇനിയും പ്രതിരോധിക്കാൻ സാധിക്കുമോ? ഇപ്പോൾ ഇവിടെ സോളാർ കമ്മീഷന്റെ മുമ്പാകെ, ഒരു ജുഡീഷ്യൽ കമ്മീഷന് മുമ്പാകെയുള്ള മൊഴി രേഖപ്പെടുത്തലും തുടർ നടപടികളും ആരംഭിച്ചിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നേരത്തെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി പലതും പറയുന്നു, വേറെ CD-കൾ ഹാജരാക്കുന്നു. ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇത് സംബന്ധിച്ച് ഉള്ള ഒരു റിപ്പോർട്ടിനെ തുടർന്നുള്ള നടപടികളുമൊക്കെ ജുഡീഷ്യൽ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് വരാനുമിരിക്കുന്നു. ഏതായാലും ഇതൊക്കെ വരട്ടെ. ഏതായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ പിന്നില് കാര്യങ്ങളൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് എന്നുള്ളത് പുറത്തും വരുന്നുണ്ട്. കമ്മീഷൻ റിപ്പോർട്ട് വരെ കാത്തിരിക്കാം. പക്ഷേ നോക്കൂ, ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന്. AP അബ്ദുള്ള കുട്ടിക്കെതിരെ പരാതി കൊടുക്കാൻ പറയുന്നത് തമ്പാനൂർ രവി, അതിനുശേഷം 164 നൽകണമെന്ന് ഇൻസിസ്റ്റ് ചെയ്യുന്നത് തമ്പാനൂർ രവി, അതിനുശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് നമുക്ക് ആ കേസിൽ നിന്ന് പിന്മാറാം, ഒന്ന് പതുക്കെ ചവിട്ടണമെന്നാവശ്യപ്പെടുന്നത് ബെന്നി ബെഹന്നാൻ. ഇത് മുഴുവൻ A ഗ്രൂപ്പ് ആസൂത്രണം ചെയ്യുകയാണ്. സാധാരണ വലിയ ക്രിമിനൽ സംഘങ്ങളിൽ പോലും പരസ്പര ധാരണയുണ്ടാകും ഒറ്റക്കൊടുക്കരുതെന്ന്. ഇവിടെ അതുപോലും നടക്കുന്നില്ല. ഇത് പാർട്ടി മുഴുവൻ പേറേണ്ട കളങ്കമാണോ? ഇതിനു മുമ്പ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇന്ത്യ ടുഡേയിൽ ഒരു വാർത്ത വന്നിരുന്നു, ഒരു അഭിമുഖം സരിതയുടെ. ആ അഭിമുഖത്തിൽ പറയുന്ന കാര്യങ്ങൾ കൂടി ജനങ്ങൾക്കറിയാവുന്നതാണ്, നേരത്തെ പറഞ്ഞതാണ്. ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചന നടന്നിരിക്കുന്നു. ആ ഗൂഢാലോചനയുടെ ഭാഗമായി CPM 10 കോടി രൂപയും ഒരു വീടും സരിതയ്ക്ക് കൊടുക്കും,
സരിത അതനുസരിച്ച് മുഖ്യമന്ത്രിയെ ഇതിനകത്ത് പ്രതിയാക്കണം എന്ന തരത്തിൽ ഉള്ള ഒരു ഇന്റർവ്യൂ സരിതയുടേതായിട്ട് വന്നിരുന്നു. ഇതുമെല്ലാം പുറത്തു വന്നിരുന്ന കാര്യങ്ങളാണ്. അത് അല്പനാൾ മുമ്പല്ല, 2014 ഏപ്രിൽ മാസത്തിലാണ്, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപുള്ള സമയത്ത് സരിത എസ് നായർ തന്നെ പറയുന്നുണ്ടല്ലോ, ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞാൻ വിളിക്കുന്നത് കോൺഗ്രസിന്റെ ഈ 2 പ്രധാനപ്പെട്ട നേതാക്കളെയാണ്. അവിടെ നിന്ന് സഹായം കിട്ടിക്കൊണ്ടിരുന്നു. പക്ഷേ ഒരു ഘട്ടമാകുമ്പോൾ കോൺഗ്രസിനെ സംരക്ഷിക്കാൻ നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ ഏൽക്കുന്നു, പക്ഷേ എനിക്ക് ഗുണമൊന്നും ഉണ്ടാകുന്നില്ല. സരിത എസ് നായർ ഈ 2-3 ദിവസം മുൻപ് ബെന്നി ബെഹന്നാനോട് സംസാരിക്കുമ്പോൾ പറയുന്നത് ഇതാണ്: നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ കേട്ടു, ഞാൻ അനുസരിച്ചു, ഞാൻ മോശക്കാരിയായി, ഇനി എനിക്ക് എന്താണ് നേട്ടം എന്ന് ചോദിക്കുമ്പോൾ ബെന്നി പറയുകയാണ്, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, നമുക്കെല്ലാം ശരിയാക്കാമെന്ന്. അപ്പോൾ ചോദിക്കുന്നു, ഇനി എപ്പോൾ ശരിയാക്കാനാണ് എന്ന്. സംഗതി നാട്ടുകാർക്കൊക്കെ ബോധ്യമാകുന്നുണ്ട്. ശ്രീ എ ഷുക്കൂർ, എന്റെ അഭിലാഷേ, ഇത് സംബന്ധിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ബിജു രമേശ് ഇന്ന് വേറെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഇത് ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഏറ്റവും വഷളാക്കാൻ വേണ്ടി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടേറെ ദുരൂഹമായ ഒരു സാഹചര്യത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടക്കട്ടെ. പിന്നെ സോളാർ കമ്മീഷന്റെ മുമ്പാകെ, ജുഡീഷ്യൽ കമ്മീഷന്റെ മുമ്പാകെ സരിതയ്ക്ക് പറയാനുള്ളത് പറയട്ടെ, തെളിവുകൾ CD കൊടുക്കട്ടെ. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകട്ടെ ജുഡീഷ്യൽ കമ്മീഷൻ. ശരി, ജുഡീഷ്യൽ കമ്മീഷന്റെ റിപ്പോർട്ട് വരെ കാത്തിരിക്കുകയാണ്. ശ്രീ വി എസ് സുനിൽകുമാർ, ഇത് തെരഞ്ഞെടുപ്പ് സ്പെഷ്യൽ എന്ന് VM സുധീരൻ മുൻപ് പറഞ്ഞിരുന്നു. അദ്ദേഹം ഇപ്പോഴും ഈ നിമിഷവും അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുമോ എന്നറിയില്ല. എന്തായാലും കടുത്ത A ഗ്രൂപ്പുകാർ ഒഴികെയുള്ള കോൺഗ്രസ്സുകാർ നല്ല രീതിയിൽ പ്രതിരോധത്തിലാണ്. ഇവിടെ ഇന്നിപ്പോൾ ബെന്നി ബെഹന്നാന്റെയും തമ്പാനൂർ രവിയുടെയും കൂടുതൽ സംഭാഷണ ശകലങ്ങൾ പുറത്തു വന്നത് താങ്കൾ ശ്രദ്ധിച്ചു കാണും. കാര്യങ്ങൾ എങ്ങോട്ട് പോകുന്നു എന്ന് നിരീക്ഷിക്കുന്നു. അല്ല, അതിനു മുമ്പൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന A ഷുക്കൂർ, അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്ത് വളരെ സന്തോഷമുണ്ടെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മുഖം വായിച്ചാൽ മതി. കാരണം അദ്ദേഹത്തിന് ഇവിടെ വന്ന് ന്യായീകരിക്കുമ്പോഴും അദ്ദേഹത്തിന് ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം സംതൃപ്തി തോന്നിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ഈ ബഹുമാനായ VM സുധീരൻ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു നേതാവാണ്. പക്ഷേ അദ്ദേഹത്തിന് സമീപകാലത്ത് അധികാരത്തോടുള്ള ഭ്രമം ബാധിച്ചതുപോലെയുള്ള ഒരു പ്രവണത അദ്ദേഹത്തിനകത്ത് കടന്നുകൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം, പല കാര്യങ്ങളിലും അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ അദ്ദേഹം മുൻകാലങ്ങളിൽ എടുത്ത നിലപാടുമായി തികച്ചും ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ശ്രീ VM സുധീരൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് VM സുധീരൻ ഇതിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ മുഖവിലേക്ക് എടുക്കേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇവിടെ നമ്മളെല്ലാം ഭയപ്പെടുത്തുന്ന ഒരു കാര്യം, സരിത എസ് നായർ എന്ന ഒരു സ്ത്രീ, ഒരു തട്ടിപ്പ് കേസിലെ പ്രതി, 10-40 കേസുകളിലെ പ്രതി, അങ്ങനെയുള്ള ഒരു സ്ത്രീ, അവർ പറയുന്ന മൊഴികളിലെ അസത്യങ്ങൾ, ആ മൊഴികളിലെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ, ആ മൊഴികളിലെ കെട്ടിച്ചമച്ചതായ സത്യങ്ങൾ ഇതെല്ലാം തന്നെ നമ്മളെ ഭയപ്പെടുത്തുന്ന കാര്യമല്ല. നമ്മളെ ഭയപ്പെടുത്തുന്ന എന്താണ്? ഉമ്മൻചാണ്ടി മുതൽ അദ്ദേഹത്തിന്റെ അനുയായികൾ വരെയുള്ള ജനകീയ നേതാക്കന്മാർ ഈ ഒരു കേസിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കള്ളക്കളികൾ, അത് പച്ചയ്ക്ക് പറയേണ്ട കാര്യങ്ങളാണ്. കള്ളക്കളികൾ, ജനങ്ങളെ കബളിപ്പിക്കുന്ന അവരുടെ നാടകങ്ങൾ, അന്തർനാടകങ്ങൾ, സ്വന്തം സഹപ്രവർത്തകരെ പോലും താറടിച്ച് കാണിക്കാൻ വേണ്ടി നടത്തുന്ന അധികാരത്തിന് വേണ്ടിയിട്ടുള്ള വൃത്തികെട്ട കളികൾ, അത് കാണുമ്പോഴാണ് നമുക്ക് ഏറ്റവും അധികം ഭയവും വെറുപ്പും ഉണ്ടാകുന്നത്. ഇത് ഈ നാട്ടിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശ്രീമാൻ ഉമ്മൻചാണ്ടി 1996 ആലപ്പുഴയിലെ അദ്ദേഹത്തിന്റെ കരുണാകര വിരുദ്ധ പ്രസംഗത്തിൽ, ഒരുപക്ഷെ A ഷുക്കൂർ ഒരുപക്ഷെ ആ പ്രസംഗം കേട്ട് കാണും. ആ പ്രസംഗത്തിൽ ശ്രീമാൻ ഉമ്മൻചാണ്ടി പറഞ്ഞൊരു വാചകമുണ്ട്. മുഖ്യമന്ത്രി പറയുന്നത് കരുണാകരനെ പറ്റിയാണ്. മുഖ്യമന്ത്രി പറയുന്ന വാക്കുകൾ ഈ നാട്ടിലെ കൊച്ചുകുട്ടികൾ പോലും വിശ്വസിക്കാൻ പോകുന്നില്ല. മുഖ്യമന്ത്രി ചെയ്യുന്ന ചെയ്തികൾ കോൺഗ്രസിനെ ആ വിഴുപ്പ് ചുമക്കാൻ കോൺഗ്രസിന് സാധ്യമല്ല. മുഖ്യമന്ത്രി ചെയ്യുന്ന ചെയ്തികൾ മുഖ്യമന്ത്രി തന്നെ അനുഭവിക്കണം എന്ന് ശ്രീമാൻ ഉമ്മൻചാണ്ടി 96 കരുണാകരനെതിരായി നടത്തിയ പ്രസംഗം ഇപ്പോഴും മലയാള മനോരമ പത്രം എടുത്ത് വായിച്ചാൽ അറിയാൻ പറ്റും. ശരി, അതാണ് താങ്കൾ കാണുന്നത്. തുടരുക ശ്രീ വി എസ് സുനിൽകുമാർ. അഡ്വക്കേറ്റ് ജയശങ്കർ, സത്യത്തിൽ പുതുമയുള്ള വിവരങ്ങളൊന്നുമല്ല വരുന്നത്. രാഷ്ട്രീയ ഉപശാലകളിൽ ഈ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ സംസാരത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഉപശാല ചർച്ചകൾ എന്നുള്ള നിലയിൽ കണ്ടിരുന്നു എങ്കിൽ ഇപ്പോൾ ബെന്നി ബെഹന്നാന്റെയും തമ്പാനൂർ രവിയുടെയും ഒക്കെ ശബ്ദത്തിൽ തന്നെ സത്യങ്ങൾ പുറത്തേക്ക് വരികയാണ്. താങ്കൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടോ? അല്ല, എനിക്ക് യാതൊരു അത്ഭുതം തോന്നുന്നില്ല. ഇതൊക്കെ നമുക്ക് നേരത്തെ അറിയാവുന്നതാണല്ലോ. ബെന്നി ബെഹന്നാൻ ഈ കാര്യത്തിൽ വഹിച്ച ചരിത്രപരമായ പങ്ക് ഈ നാട്ടിലെ എറണാകുളത്തെങ്കിലും കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാവുന്നതാണ്. ബെന്നി ബെഹന്നാൻ ആർക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതും അറിവുള്ളതാണ്. ഇപ്പോൾ ഷുക്കൂർ ചുണ്ടുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ മുഖം സത്യങ്ങൾ പറയുന്നുണ്ട്. ഷുക്കൂറിന് എനിക്ക് തോന്നുന്നു ഷുക്കൂറിൻ്റെ മുമ്പിൽ TV സെറ്റില്ലെന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മുഖത്തെ സന്തോഷം അദ്ദേഹത്തിന് കാണാൻ കഴിയാത്തത്.
അദ്ദേഹം കുറച്ചുകൂടി ഒന്ന് സീരിയസ് ആയിട്ടിരുന്നിട്ട് ഈ കാര്യങ്ങൾ പറയുമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സിദ്ദിഖ് പറയുന്ന രീതിയിൽ വളരെ വാശിയോടി വാദിക്കായിരുന്നെങ്കിൽ ഒരു വ്യത്യാസം ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഷുക്കൂർ നിഷ്കളങ്കനായതുകൊണ്ട് ഉള്ളിലുള്ള വികാരം മുഖത്ത് വരും. നമ്മളുടെ വിഷയം അതല്ല. ഇവിടെ വലിയൊരു തട്ടിപ്പ് നടന്നിരിക്കുന്നു. ആ തട്ടിപ്പ് മൂടി വെക്കാനായിട്ട് ബന്ധപ്പെട്ട ആളുകൾ, മുഖ്യമന്ത്രിയോട് അടുപ്പമുള്ള ബെന്നി ബെഹനാൻ, അതുപോലെ തമ്പാനൂർ രവി എന്ന് പറഞ്ഞ 2 ഭൂതഗണങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഇടങ്കൈയും വലങ്കൈയുമായിട്ട് പ്രവർത്തിക്കുന്ന 2 പേർ നടത്തുന്ന തത്രപ്പാടുകളാണ്. സരിത എന്ന് പറഞ്ഞ ഒരു സാമർത്ഥ്യക്കാരി ഇതെല്ലാം കാലാകാലങ്ങളിൽ ടേപ്പ് ചെയ്ത് വയ്ക്കുകയും ഈ പോങ്ങന്മാരായ നേതാക്കന്മാർ അറിഞ്ഞില്ല, ഇന്നല്ലെങ്കിൽ നാളെ സരിത ഇവർക്കെതിരായിട്ട് ഉപയോഗിക്കുന്നു. സരിത ഒരു സാമർത്ഥ്യക്കാരിയാണ്, യാതൊരു സംശയമില്ല. അവർ ഇത് ഘട്ടം ഘട്ടമായിട്ട് വെളിപ്പെടുത്തുകയാണ്. ഘട്ടം ഘട്ടമായിട്ട് ഇവിടെ ബിനോയിയുടെയൊക്കെ ബാർ പൊട്ടിച്ച പോലെ ഇപ്പോൾ ഘട്ടം ഘട്ടമായിട്ട് ഇത് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പുറകിൽ ആരൊക്കെ ഉണ്ട്? ചിലപ്പോൾ CPM-കാരായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബാറുകാർ, ആരെങ്കിലുമൊക്കെ ആയിരിക്കും, ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. ഞാൻ പറഞ്ഞ ആരുണ്ടോ ഇല്ലോ എന്നുള്ളതല്ല പ്രശ്നം. ഇത് എത്ര പരിഹാസ്യമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. ഷുക്കൂറെ, ഞാൻ വളരെ ആത്മാർത്ഥമായിട്ടൊരു കാര്യം പറയുന്നത്, നിങ്ങൾ ആരും വിചാരിച്ചാൽ UDF-ന് രക്ഷിക്കാൻ പറ്റുകയില്ല, ഒറ്റയ്ക്ക് ഒരാൾ ഒഴിച്ച്. ഇന്നത്തെ നിലയ്ക്ക് നമ്മൾ രാഷ്ട്രീയമാണ് പറയുന്നത്. ഈ സരിത പറഞ്ഞതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമില്ല. UDF-നെ രക്ഷിക്കാൻ ഒറ്റയ്ക്ക് ഒരാൾക്ക് സാധിക്കുള്ളൂ, അത് PK കുഞ്ഞാലിക്കുട്ടിക്കാണ്. കുഞ്ഞാലിക്കുട്ടി ഇന്നോ നാളെയോ ആവശ്യപ്പെടണം ഹൈക്കമാൻഡിനോട്, ഉമ്മൻചാണ്ടിയെ വെച്ചുകൊണ്ട് ഒരടി പോലും മുന്നോട്ട് പോകാൻ കഴിയുകയില്ല, AK ആന്റണിയെയോ അങ്ങനെ വിശ്വാസ്യതയുള്ള ഏതെങ്കിലും ഒരാളെ കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മുടെ കാര്യം പോക്കിടിയാണ് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി അല്ലാതെ ആര് പറഞ്ഞാലും നമ്മുടെ സോണിയാജിക്കും മറ്റവർക്കും മനസ്സിലാകാനും പോകുന്നില്ല. അപ്പോൾ കുഞ്ഞാലിക്കുട്ടിക്ക് മാത്രമേ ഇന്നത്തെ ദിവസം ഈ രാത്രിയിൽ അല്ലെങ്കിൽ നാളെ പുലർച്ചയ്ക്ക് UDF-നെ ഏതെങ്കിലും തരത്തിൽ രക്ഷിക്കാനാവുമെന്നാണ് താങ്കൾ കരുതുന്നത്. ശ്രീ A. ഷുക്കൂർ, ഇത് കോൺഗ്രസിലെ ഭൂരിഭാഗം വരുന്ന ആളുകൾക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമാണോ? ഒരു മാഫിയ ഭരണം നടക്കുന്നത് പോലെയാണ്. നിങ്ങൾ തന്നെ പറയുന്ന ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഒരു സ്ത്രീയെ എങ്ങനെയൊക്കെയാണ് മാനേജ് ചെയ്യുന്നത് എന്ന് നോക്കൂ. ഇതൊക്കെ ഞാൻ വിശദീകരിക്കണ്ടല്ലോ, സത്യമായി ആളുകളുടെ കാതിൽ ഇപ്പോഴും മുഴങ്ങുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഭരണക്കാരുടെ കാര്യങ്ങൾ എന്ന് വന്നാൽ ജനം മുഴുവൻ ഭരണകക്ഷി അംഗങ്ങളെയും ആ നിലയ്ക്ക് കാണില്ലേ? ഞാൻ അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഇതിൻ്റെ അപമാനം എല്ലാവരും പേറേണ്ടതുണ്ടോ എന്ന്. അഭിലാഷേ, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടേറെ കുപ്രചരണങ്ങളും നുണപ്രചരണങ്ങളും ആദ്യഘട്ടത്തിൽ നടന്നു. ആദ്യം സരിത ഉൾപ്പെടെയുള്ളവർ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പറയുന്നതിൻ്റെ പിന്നിലെ ആളുകൾ ആര് എന്നുള്ളത് പകൽ പോലെ വ്യക്തവുമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തി കമ്മീഷന്റെ ജുഡീഷ്യൽ കമ്മീഷൻ അല്ലേ, ആ കമ്മീഷന്റെ മുമ്പായി ഈ കാര്യങ്ങൾ വരട്ടെ എന്ന്. അല്ല, ആയിക്കൊള്ളട്ടെ ശ്രീ A. ഷുക്കൂർ, നമ്മൾ സരിത പറയുന്ന ഒരു കാര്യത്തെയും പരിഗണിക്കേണ്ട, ഇവിടെ ബെന്നി ബെഹനാനോട് ടെലിഫോണിൽ ഞാൻ സോളാർ കമ്മീഷന് മുൻപിൽ മൊഴി കൊടുക്കാൻ പോവുകയാണ് എന്ന് സരിത പറയുമ്പോൾ, അതിൻ്റെ അകത്ത് തമ്പാനൂർ രവിയുമായി ബന്ധപ്പെട്ടിരുന്നോ എന്ന മറുചോദ്യമാണ് ഏറ്റവും ആദ്യം ബെന്നി ബെഹനാനിൽ നിന്ന് വരുന്നത്. അടുത്ത വരിയിൽ അപേക്ഷിക്കുകയാണ് അല്ലെങ്കിൽ അഭ്യർത്ഥിക്കുകയാണ് നമുക്ക് സഹായകരമായ നിലപാട് എടുക്കണം എന്ന്. ഇങ്ങനെ തട്ടിപ്പുകാരിയായ 48 ക്രിമിനൽ കേസിൽ പ്രതിയായ ഒരാളെ കഴിഞ്ഞ 3 വർഷമായി ഇത്തരത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? ഇതിൻ്റെ യാഥാർത്ഥ്യം കേരളം അറിയണ്ടേ? നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഉമ്മൻചാണ്ടിയുടെ ഇടങ്കൈയും വലങ്കയുമാണ് തമ്പാനൂർ രവിയും ബെന്നി ബെഹനാനും. ഇവർ നടത്തുന്ന ഇവരുടെ ശബ്ദത്തിലുള്ള വാചകങ്ങളാണ് ഇപ്പോൾ കേരളം കേട്ടുകൊണ്ടിരിക്കുന്നത്. അഭിലാഷേ, ഇതിനകത്ത് ഏതൊക്കെ കാര്യങ്ങൾ പറഞ്ഞോ, ഇനി ഇതിനു മുമ്പ് വേറെ കാര്യങ്ങൾ പറഞ്ഞോ, ഏതൊക്കെയാണ് എന്നുള്ളതെല്ലാം അടങ്ങുന്ന CD ഏതായാലും സോളാർ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നു. ജുഡീഷ്യൽ കമ്മീഷൻ കാര്യങ്ങൾ നടപടിയിലേക്ക് പോകട്ടെ. എന്തിന് ഇത് ഇനി നാളെ വേറെ തരത്തിലുള്ള CD ഹാജരാക്കാൻ വേറൊരു സംഘം തയ്യാറാക്കുന്ന തരത്തിലെ കാര്യങ്ങൾ പോകും. നേരത്തെ പറഞ്ഞത് നമുക്ക് കിട്ടിയിട്ടില്ല, ബിജു രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ടത്. അപ്പോ ഇതെല്ലാം വരട്ടെ, ശരി, എല്ലാം വരട്ടെ, എല്ലാം കേരളം അറിയട്ടെ എന്നുള്ളതാണ് താങ്കളുടെ നിലപാട്. തുടരുക. താങ്കൾക്ക് ഇതിലെന്താണ് കാര്യം? താങ്കൾ വേറൊരു ബിസിനസ് നടത്തി ജീവിക്കുന്ന ആളാണ്. ഇവിടെ ഇന്ന് സരിത സമ്മതിക്കുന്നു താങ്കളെ കണ്ടിട്ടുണ്ട് എന്ന്. കോയമ്പത്തൂർ പോകുമ്പോൾ താങ്കളുടെ ഹോട്ടലിലാണ് ഭക്ഷണം കഴിക്കാൻ കയറുന്നത് എന്ന് പറയുന്നു. അതെന്താണ് എന്ന് ചോദിക്കുമ്പോൾ അത് നല്ല സേഫ് ആയിട്ടുള്ള സ്ഥലമാണ് എന്ന് പറയുന്നത്. എന്താണ് ഇതിൻ്റെയൊക്കെ കാര്യം? അതിപ്പം നമ്മുടെ ഹോട്ടലുകൾ, കാരണം എലഗൻസ് കറുകുറ്റി എന്ന് പറഞ്ഞത് 11 വർഷം മുമ്പ് തുടങ്ങിയ ഹോട്ടലാണ്. അവിടെ നിരവധി ആളുകൾ വരുന്നുണ്ട്, നിരവധി ആളുകൾ ഡെയിലി വരുന്നുണ്ട്, പലരെയും നമ്മൾ കാണുന്നുണ്ട്, പോകുന്നുണ്ട്. അതിനൊന്നും ഒരു കഥയില്ല. ഈ ആരോപണം എന്താണ് ബാർ ഉടമകൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് കെട്ടിച്ചമയ്ക്കാൻ കാരണം നമുക്ക് ഇന്നാ ബോധ്യപ്പെട്ടെ. ഇന്നലെ അത് അത്ര ബോധ്യപ്പെട്ടില്ല. ഇന്ന് അതെന്താണ് കാരണം? ജനശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി ആണ് അബ്ദുള്ള കുട്ടിയുടെ കേസിൽ
ഇവർ സരിതയെ ഉപയോഗിച്ചത് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ബാർ ഉടമകളെ ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് ഇന്നലെ ഈ ആരോപണം ഉണ്ടായത്. അതായത് എങ്ങനെയെങ്കിലും യാഥാർത്ഥ്യം മറ്റു തരത്തിലേക്ക് മാറ്റിവിട്ടാൽ, കാരണം ബാർ ഉടമകൾ ഇവിടെ കൈയും കാലും വിട്ട് അടിച്ചുകൊണ്ട് നിൽക്കുകയാണല്ലോ ഗവൺമെന്റിനെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടി. എങ്ങനെയും സർക്കാരിനെ വീഴ്ക്കുക എന്നുള്ളത് നിങ്ങളുടെ അജണ്ടയാണ്. അതല്ല ഞാൻ പറഞ്ഞത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ സത്യസന്ധമായി ആര് സർക്കാരിനെതിരെ വന്നാലും ധാർമ്മിക പിന്തുണ കൊടുക്കും. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. ഇതിലിപ്പോൾ ധാർമ്മിക പിന്തുണ കിട്ടിയിട്ട് എന്താണ് കാര്യം? ഇവിടെ സരിത എസ് നായർ സംബന്ധിച്ച ഒരു കാര്യം, ഞാൻ ബിനോയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്നാണ്. എങ്ങനെയാണ് ബിനോയെ കണ്ടത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ടെലിവിഷനിലൊക്കെ കണ്ട് പരിചയമുണ്ട്, അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് അവർ പറഞ്ഞു, ഞാനും കേട്ടതാണ്. അവർ കൃത്യമായിട്ട് പറഞ്ഞു അവിടെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറാറുണ്ട്, ഒരു ദിവസം യാദർശികമായിട്ട് എന്നെ കണ്ടെന്നും പറഞ്ഞു. ഇതുവല്ലോ ഇതാണോ ഇവിടുത്തെ കഥ? ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം കൃത്യമായിട്ട് നമുക്ക് ഇന്ന് മനസ്സിലായിട്ടുണ്ട്. ആരാണ് ഗൂഢാലോചന നടത്തിയത്? ഗൂഢാലോചന സത്യം മറച്ചു വെക്കാൻ വേണ്ടിയാണ് ഗൂഢാലോചന. ഇവരോട് സത്യം പറയണമെന്ന് നിങ്ങൾ ആവശ്യം? ഒരിക്കലും ഇല്ല. അതിന്റെ അവർ പറഞ്ഞല്ലോ, എനിക്ക് ആരുടെയും സഹായം വേണ്ടെന്ന്. ഇതേപോലെ തന്നെ ഞങ്ങൾക്ക് ഒരാളുടെയും സഹായം വേണ്ട. ഞങ്ങളുടെ നേതൃത്വം ഇത് കൃത്യമായ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ആരുടെയും സഹായം വേണോ? ഞങ്ങൾക്ക് ഒരാളുടെ സഹായം വേണ്ട. ഇഷ്ടംപോലെ കാര്യങ്ങൾ പറയാൻ കിടക്കുകയാണ്, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ. ഇതിനൊന്നും ഒരു അവസരം കിട്ടിയിട്ടില്ല, പറഞ്ഞിട്ടില്ല. പിന്നെ അവരും പറഞ്ഞു എനിക്കും ഇന്ന് ആരുടെയും സഹായം വേണ്ട. അത് നമുക്ക് ഇന്ന് കണ്ടാൽ തോന്നും ആരുടെയും സഹായം വേണമെന്ന്. കൃത്യമായി 3-4 വർഷം മുമ്പ് അത് തന്നെ 2 വർഷമായി അവർ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ കേസ് തുടങ്ങിയപ്പോൾ തൊട്ട് ഉള്ള കാര്യങ്ങളാണ് പുറത്തേക്ക് വന്നത്. അപ്പം ആരാണ് ഗൂഢാലോചന നടത്തുന്നത്? ഇതിന്റെ സത്യം വെളിച്ചത്ത് വരാതിരിക്കാൻ വേണ്ടി ബെന്നി ബെഹനാനെ പോലെ സമുന്നതനായ നേതാക്കന്മാർ, തമ്പാനൂർ രവി, ഇടമന്നൽ എബ്രാഹാം, ഇവരൊക്കെ കൂടി ഗൂഢാലോചന നടത്തി ഇത് മറച്ചു വെക്കുകയായിരുന്നു. ഇപ്പൊ അത് ജനത്തിന് ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സരിത എസ് നായർ ഇത്രയും കാലം ഈ ആരോപണങ്ങൾക്കൊക്കെ എതിരായിട്ടുള്ള നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത്. അതായത് സർക്കാരിനെയും കോൺഗ്രസിനെയും ഉമ്മൻചാണ്ടിയെയും സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു ഈ 3 ദിവസം മുൻപ് വരെ സരിത എസ് നായർക്ക്. ആ നിലപാട് മാറി കൃത്യമായി അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന പണം ഇപ്പോൾ കൃത്യമായി കിട്ടുന്നില്ല എന്നുള്ളതാണ് കാരണം. അതുകൊണ്ട് മാത്രം ഇങ്ങനെ കരണം അറിയില്ലല്ലോ. അവരെ സംബന്ധിച്ച് ഈ സൂചിപ്പിക്കുന്നത് പോലെ പണം, അവർക്ക് സാമ്പത്തിക സഹായം ആവശ്യമുണ്ട്. ഇങ്ങനെയുള്ള നിങ്ങളുടെ പിന്തുണ അവരെ സംബന്ധിച്ചുണ്ടോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഒരിക്കലുമില്ല. അത് കേട്ടാൽ മനസ്സിലാവില്ല. നമ്മൾ അഭിലാഷം, ഞാനും ഒക്കെ ഈ നാട്ടിലെ ആളുകളെല്ലാം ഇന്നത് കേട്ടില്ലേ, എന്താണ് അവർ തമ്മിൽ തെറ്റിയെന്ന് വരെ അവർ മനസ്സിലാകുന്നുണ്ട്. എനിക്ക് മനസ്സിലായി. ഇനി ഞാൻ ഇതിന് നിങ്ങളോട് നിൽക്കുന്നില്ല, ഇതൊന്നും നടക്കില്ല. ഞാനും കേട്ടതാ ഇതല്ല, ഇപ്പം നമ്മൾ തമ്മിൽ കേട്ടതാ, ഇരുന്നപ്പോൾ കേട്ടതാ. ഇതൊന്നും നടക്കില്ല, ഞാൻ എൻ്റെ നിലപാട് വ്യക്തമാക്കാൻ പോവുകയാണെന്ന് പറയുമ്പോൾ ബെന്നി ബെഹനാൻ അട്ട ചുരുളും അവിടെ ഇരുന്നുണ്ട്. നമ്മൾ കണ്ടതല്ലേ, പിന്നെ എന്തിനും ഞങ്ങളുടെ തലയിൽ വെക്കും? ശരി, എന്തിനാണ് നിങ്ങളുടെ തലയിൽ വെക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അഡ്വക്കേറ്റ് രാജേന്ദ്രൻ, ഒരുപക്ഷെ സോളാർ കമ്മീഷനിലെ വിസ്താരം ഈ നിലയ്ക്ക് ഉള്ള വിസ്ഫോടനങ്ങൾ സൃഷ്ടിക്കുമെന്ന് ആരും കരുതി കാണില്ല. ഇവിടെ സരിത എസ് നായർ ഒരു ദിവസം മൊഴി കൊടുക്കുന്നു, പിറ്റേന്ന് അതിന് ആധാരമായ ഉപോത്ബലകമായ തെളിവുകൾ സോളാർ കമ്മീഷന് മുൻപിൽ ഹാജരാക്കുന്നു. ഇന്ന് ഡിജിറ്റൽ രൂപത്തിലുള്ള 3 തെളിവുകൾ, രേഖാമൂലമുള്ള തെളിവുകൾ, ഇവയൊക്കെ ഹാജരാക്കുന്നു. മുൻപ് എന്താണോ നിങ്ങൾ കമ്മീഷനിൽ അന്വേഷണ വിഷയമായി തിട്ടപ്പെടുത്തിയതിൽ മുഖ്യമായും 3 പേരാണ് ആരോപണ വിധേയർ. 1 ബിജു രാധാകൃഷ്ണൻ, 2 സരിത എസ് നായർ, 3 മുഖ്യമന്ത്രി. ബിജു രാധാകൃഷ്ണൻ്റെ 4 ദിവസത്തെ മൊഴിയും മുഖ്യമന്ത്രിയുടെ 14 മണിക്കൂർ നേരത്തെ മൊഴിയും സരിതയുടെ ഇന്നുവരെയുള്ള 4 ദിവസത്തെ മൊഴിയും നേരിട്ട് കേട്ട ഒരാളെന്ന തരത്തിൽ ഈ 3 മൊഴികളിലും നെല്ലും പതിരുമുണ്ട്. ഞാൻ ഒരിക്കലും പറയില്ല ഇതിലേതെങ്കിലും ഒരു മൊഴി 100% ശരി, മറ്റേത് തെറ്റെന്ന്. ഇതിൽ 3ലും നെല്ലും പതിരുമുണ്ട്. അതിൽ മുഖ്യമന്ത്രിയുടെ തെളിവ് പരിശോധിക്കുമ്പോൾ ഒരരിപ്പയിൽ ഒരു തവണ അരിച്ചെടുത്താൽ മതി. തട്ടിപ്പ് കേസിൽ പ്രതിയായതുകൊണ്ട് മറ്റുള്ളവരുടേത് നമുക്ക് 2ഓ 3ഓ തവണ അരിച്ചെടുക്കാം. അങ്ങനെ വരുമ്പോഴും മുഖ്യമന്ത്രിയുടെ ഭാഗത്താണ് കൂടുതൽ പതിരുള്ളത്, സരിതയുടെ ഭാഗത്താണ് കൂടുതൽ നെല്ലുള്ളത്. ഇപ്പോഴും സരിത എല്ലാ കാര്യവും പറഞ്ഞു എന്ന അഭിപ്രായം എനിക്കില്ല. മാത്രവുമല്ല, സരിത പറഞ്ഞതിൽ എല്ലാം ശരിയാണ് എന്ന അഭിപ്രായവും എനിക്കില്ല. പക്ഷേ കഴിഞ്ഞ 3-4 ദിവസമായി സരിത പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിതൃതുല്യൻ എന്ന് വിശേഷിപ്പിച്ച ശ്രീ ഉമ്മൻചാണ്ടി എങ്ങനെ തന്നെ പറ്റിച്ചു എന്ന് കൃത്യതയോടെ, രേഖകളുടെ പിൻബലത്തോടെ നിജസ്ഥിതി വെളിവാക്കുന്ന മൊഴികളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും സുവ്യക്തമായിട്ടുള്ളത്
ശ്രീ ഷുക്കൂറിനോട് അരി എത്ര എന്ന് ചോദിച്ചാൽ പയർ അഞ്ഞാഴി എന്ന് പറയുന്നത് പോലെയായിരുന്നു മുഖ്യമന്ത്രി സോളാർ ജുഡീഷ്യൽ കമ്മീഷനിൽ. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇന്ന് അതിൽ നിന്നും വ്യത്യസ്തമായി സരിത എണ്ണി 4 കാസറ്റുകൾ ഹാജരാക്കി. ആ കാസറ്റുകളിലെ സംഭാഷണം സത്യം പറയാൻ വേണ്ടിയായിരുന്നില്ല. മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ, സലീം രാജിനെ രക്ഷിക്കാൻ ബെന്നി ബെഹനാൻ, തമ്പാനൂർ രവി എന്നിവരുടെ സംഭാഷണമാണ് പുറത്തേക്ക് സുനിൽകുമാർ. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ട്രബിൾ ഷൂട്ടർമാരാണ് ബെന്നി ബെഹനാനും തമ്പാനൂർ രവിയും. അവർ കഴിഞ്ഞ 2 വർഷത്തിലധികമായി ഈ ദൗത്യത്തിലുമായിരുന്നു. പക്ഷേ അവർക്ക് ആ ദൗത്യത്തിന്റെ അവസാന ഘട്ടത്തിൽ രക്ഷിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് കാണേണ്ടത്. നമ്മൾ ഈ സംഭാഷണം പരിശോധിച്ചാൽ അവരെ സംബന്ധിച്ച് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതിൻ്റെ സൂചന ഉണ്ട് താനും. അപ്പോഴും നമ്മൾ നോക്കേണ്ടത് ഈ സ്ത്രീ ഇത് പറഞ്ഞ് ഇത്രയും കാലം ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ അവർക്ക് വേറൊരു നിലപാടിലേക്ക് പോകേണ്ടി വന്നു എന്നുള്ളതാണ്. അവരെ എത്ര കാലം വിശ്വസിക്കും എന്നുള്ളതൊരു പ്രശ്നമല്ലേ? അല്ല അഭിലാഷ്, ഇതിനകത്തൊരു കാര്യം, എന്നെയോ അഭിലാഷിനെയോ ഒരാൾക്ക് ബ്ലാക്ക് മെയിൽ ചെയ്യണമെങ്കിൽ എന്നെയും അഭിലാഷിനെയും ബ്ലാക്ക് മെയിൽ ചെയ്യാൻ കഴിയാവുന്ന എന്തെങ്കിലും ഒരു സംഗതി ആ കക്ഷിയുടെ ഉണ്ടാവണ്ടേ? അല്ലാതെ ഒരു വ്യക്തിക്ക് നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പറ്റുമോ? പ്രത്യേകിച്ച് ഒരു മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും അങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് ബാർ ഉടമസ്ഥന്മാരുടെ ഗൂഢാലോചനയാണെന്നുള്ള സിദ്ധാന്തമാണല്ലോ ഉമ്മൻചാണ്ടി പറയുന്നത്. ഇവിടെ എലഗൻ ബിനോയ് ഒരു കാര്യം പറഞ്ഞ ഒരു കാര്യം വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. എന്താണ്? ബാർ വിഷയം ഉന്നയിക്കും മുമ്പ് റെക്കോർഡ് ചെയ്യപ്പെട്ട കാര്യമാണ് ഈ പറയുന്ന സരിതയുടെ കയ്യിലിരിക്കുന്ന CD. ഇനി ഒരു കാര്യം ചോദിക്കുന്നു, ഇവർ ഗൂഢാലോചന നടത്തിയെന്നാണ് വിചാരിക്കുക. ഇവർ ഗൂഢാലോചന നടത്തി പുറത്തു കൊണ്ടുവന്ന കാര്യങ്ങൾ ഇവർ ഗൂഢാലോചനയ്ക്ക് ശേഷം കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ട ഒരു സംഗതിയാണെങ്കിലാണ് നമുക്ക് ആ ഗൂഢാലോചനയായിട്ട് മാറുള്ളൂ. എന്നാൽ ഇവിടെ പുറത്തു വന്നിരിക്കുന്ന വിഷയങ്ങൾ വസ്തുതകളാണ്. നേരത്തെ നടന്നിരിക്കുന്ന സത്യം മൂടിവെക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള വളരെ മ്ലേച്ഛമായിട്ടുള്ള നീക്കങ്ങളാണ്. ഭരണകക്ഷിയിൽപ്പെട്ട MLA-മാരും മന്ത്രിമാരായിട്ടുള്ള ആളുകളും ഭരണകക്ഷിയിലെ നേതാക്കന്മാരും ഇവിടെ നടന്നിരിക്കുന്ന ഈ തട്ടിപ്പിനെ മൂടിവെക്കാൻ വേണ്ടി തട്ടിപ്പുകാരുമായി നടത്തിയിട്ടുള്ള രഹസ്യ നീക്കങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതൊരു ഗൂഢാലോചനയിൽ കൂടി പുറത്തു വന്നെങ്കിൽ പോലും അത് സത്യമാണെങ്കിൽ ആ ഗൂഢാലോചനയ്ക്ക് എന്താണ് പ്രസക്തിയുള്ളത്? ആ പ്രസക്തിയേക്കാൾ വലുതല്ലേ അവർ പുറത്തുവിട്ടിരിക്കുന്ന സത്യം? അപ്പൊ ബാർ ഉടമസ്ഥന്മാരുമായി ഗൂഢാലോചന നടത്തി അവർ 5-10 കോടി കൊടുത്തിട്ടാണെങ്കിലും സരിത ഈ കാര്യം പറഞ്ഞെങ്കിൽ അത് വളരെ വലിയൊരു തെളിവല്ലേ? അതിന് ബാർ ഉടമസ്ഥന്മാരോട് ഈ നാട്ടിലെ ജനങ്ങൾ അവരോട് കടപ്പെട്ടിരിക്കുകയല്ലേ വേണ്ടത്? ശരി, ഇനി ഗൂഢാലോചന നടത്തിയാലും ഈ നാട് നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു എന്നാണ് ബിനോയ് VS സുനിൽകുമാർ പറയുന്നത്. അഡ്വക്കേറ്റ് ജയശങ്കർ, ഇതിൽ നമ്മൾ മറ്റൊരു കാര്യം കൂടി പരിശോധിച്ചാൽ അബ്ദുള്ളക്കുട്ടി എപ്പിസോഡ് വളരെ മനോഹരമായി ആസൂത്രണം ചെയ്യപ്പെട്ട ഗ്രൂപ്പ് ആസൂത്രണം ചെയ്ത ഒന്നാണ് എന്നുകൂടി സരിതയുടെ ഇന്നത്തെ മൊഴി വ്യക്തമാക്കുന്നുണ്ട്. അതിൻ്റെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. സരിതയെ കൊണ്ട് ആദ്യം പരാതി കൊടുപ്പിക്കുക, പിന്നെ ആ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നില്ല എന്ന് വരുത്തുക. ഇവർ ഇങ്ങനെ അപവാദ വ്യവസായം നടത്തുന്ന ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഒരാളാണ് എന്ന് സ്ഥാപിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അതിൻ്റെ ലക്ഷ്യം. ഒരിക്കലുമല്ല. അങ്ങനെയാണെങ്കിൽ CPM-ലോ CPI-യിലുള്ള ഏതെങ്കിലും MLA-ക്കെതിരായിട്ട് ഉന്നയിക്കായിരുന്നല്ലോ. ഇപ്പോൾ 10 കോടി രൂപ വാഗ്ദാനം ചെയ്തു എന്നൊരു ആരോപണം, ഞാൻ പറയട്ടെ അങ്ങനെ ഒരു ആരോപണം ഇന്ത്യ ടുഡേയിൽ കൊടുക്കുന്ന ഇൻ്റർവ്യൂവിൽ പറയുന്നു. അത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ്. അതിൻ്റെ ഉദ്ദേശം വളരെ വ്യക്തമല്ലേ? CPM-കാർ പറഞ്ഞുണ്ടാക്കിച്ച ഒരു സാധനമാണ് ഇത് എന്ന് വരുത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അഭ്യാസത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതിപ്പോൾ ഷുക്കൂർ വലിയ കാര്യമായിട്ട് പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇങ്ങനൊരു ഇൻ്റർവ്യൂ വരികയും അത് മറ്റ് മാധ്യമങ്ങൾ ഏറ്റുപിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ CPM-കാരാണ് സരിതയെ കൊണ്ട് ഇമാരി കൊള്ളരായ്മ ചെയ്യിക്കാൻ ശ്രമിക്കുന്നതെന്ന് വരുത്തി തീർക്കാൻ അങ്ങനെ വരുത്തി അതിനൊക്കെയുള്ള ബുദ്ധിയാണ് ഈ ബെന്നി ബെഹനാൻ്റെ ബുദ്ധി എന്ന് പറഞ്ഞാൽ അപാര ബുദ്ധിയാണ്. നമ്മൾ അദ്ദേഹത്തെ കുറച്ച് കാണാൻ കഴിയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വെങ്കോല ബുദ്ധിയിൽ ഉദയം ചെയ്തു വന്ന ഒരു ബുദ്ധിയാണ് ഇന്ത്യ ടുഡേയിൽ വന്ന ഇൻ്റർവ്യൂ. അതുപോലെ CPM-നോ CPI-ക്കോ അല്ലെങ്കിൽ RSP-യിലോ ഏതെങ്കിലും MLA-മാർക്കെതിരായിട്ട് പറയായിരുന്നല്ലോ, അല്ലെങ്കിൽ ഏതെങ്കിലും നേതാവിനെതിരായിട്ട് പറയായിരുന്നല്ലോ. അത് പറയാതെ ഈ പാവപ്പെട്ട അബ്ദുള്ളക്കുട്ടി അയാൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് കോൺഗ്രസിന്റെ ഗ്രൂപ്പ് യുദ്ധത്തിന്റെ ഭാഗമായിട്ടാണ്. അല്ലാണ്ട് അബ്ദുള്ളക്കുട്ടിയെ പിടിക്കേണ്ട വല്ല കാര്യമുണ്ട്? അല്ല, പരാതി പരാതി ജനുവിനാണെന്ന് സരിത പറയുന്നുണ്ട്. പരാതി ജനുവിനാണ്. എന്നാൽ ഇത്ര അധികം ആൾക്കാർ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കേസിൽ എന്തുകൊണ്ട് അബ്ദുള്ളക്കുട്ടി? അതൊന്ന് ആലോചിച്ച് നോക്കുക. അബ്ദുള്ളക്കുട്ടിക്ക് മേൽവിലാസം ഇല്ല, അയാൾ CPM-ൽ നിന്ന് കാലുമാറി വന്ന ആളാണ്. എന്നാൽ ഇവർക്ക് ആർക്കും ഒരു ഉപദ്രവം ചെയ്യുന്ന ആളല്ല. ഞാൻ പറഞ്ഞ അബ്ദുള്ളക്കുട്ടി മാലാഖയാണെന്നുള്ള അർത്ഥത്തിലല്ല. അബ്ദുള്ളക്കുട്ടി എന്ന് പീഡിപ്പിച്ചിട്ടുണ്ടാവും, ഇല്ലായിരിക്കും, അതല്ല പ്രശ്നം. എന്തുകൊണ്ട് അബ്ദുള്ളക്കുട്ടിയെ ടാർഗറ്റ് ചെയ്യുന്നു? അതൊരു ചോദ്യമല്ലേ? എന്തൊരു അതിക്രമമാണ്! എന്തുമാത്രം ആളുകൾ തിരുവിതാംകൂർ ഭാഗത്ത് ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ളവരുണ്ട്. അവരാരെയും പിടിക്കാതെ മന്ത്രിമാരുണ്ട്, MP-മാരുണ്ട്, കേന്ദ്രമന്ത്രി അടക്കമുണ്ട്, ഗ്രൂപ്പുകാരുണ്ട്. ഈ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് കാലുമാറി വന്ന പാവപ്പെട്ടവൻ്റെ നെഞ്ചത്തേക്ക് കയറാമെന്ന് വെച്ചാൽ അത് ആദ്യം പരാതി കൊടുക്കുന്നു, പിന്നെ പരാതി ഇല്ലെന്ന് പറയുന്നു.
അതൊക്കെ സത്യം പറഞ്ഞ ദൈവദോഷമാണ്. കുറച്ച് നാളത്തേക്ക് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുക. ശ്രീ എ ഷുക്കൂർ, ഇങ്ങനെ ഉള്ള ഏറ്റവും അശ്ലീലമായ കാര്യങ്ങൾ നടന്നിട്ടുള്ള ഒരു ഇടപാടിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് എന്ന് ആലോചിക്കണം. നിങ്ങളുടെ സ്വന്തം പാർട്ടിയിലെ സഹപ്രവർത്തകനും MLA-യുമാണ്. അപ്പോൾ കൂട്ടത്തിൽ ഏറ്റവും ദുർബലനെ കുരുതി കൊടുത്ത് ശ്രദ്ധ കുറേ സമയത്തേക്ക് മാറ്റിവിടുക, ഇതിന്മേലാക്കുക. ഇതിൻ്റെ പേരിൽ അബ്ദുള്ള കുട്ടിയെ DYFIക്കാർ കണ്ണൂരിൽ നിലത്തിട്ട് ചവിട്ടുക പോലും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ മുഴുവൻ മംഗലാപുരത്തേക്ക് മാറ്റേണ്ടി വന്നു. അങ്ങനെ പൂർണ്ണമായും മേൽവിലാസം നഷ്ടപ്പെട്ട് ഇപ്പോൾ നിയമസഭാ മണ്ഡലം പോലും മത്സരിക്കാൻ അടുത്ത തവണ കിട്ടില്ല എന്ന അവസ്ഥയിൽ ജീവിക്കുകയാണ് AP അബ്ദുള്ള കുട്ടി. ശരി, ഇനി പരാതി ജനുവിനാണ് എന്ന് തന്നെ ഇരിക്കട്ടെ, പക്ഷേ എങ്കിൽ പോലും കൂട്ടത്തിൽ ഏറ്റവും ദുർബലനെ ഇങ്ങനെ കുരുതി കൊടുക്കാം എന്ന ഏറ്റവും ക്രൂരമായ ദുഷ്ടബുദ്ധി പോലും ഇതിലുണ്ടെന്നാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. നീചമായ അഭിലാഷേ, നമ്മളിവിടെ ചർച്ച ചെയ്ത കാര്യങ്ങളിൽ അബ്ദുള്ള കുട്ടിയുടെ കാര്യം കൂടി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നതും ഇതിനു മുമ്പുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ളത് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടതിൽ ഞാൻ ഉന്നയിച്ച ഇതിന്റെ അതേ വിഷയം തന്നെയാണ് ഇതിൽ. അബ്ദുള്ള കുട്ടിയുടെ കാര്യം ഏതായാലും സരിത ഇത് സംബന്ധിച്ചുള്ള കുറെ കാര്യങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഇതെല്ലാം മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചു. മറ്റത് ഇതെല്ലാം സോളാർ കമ്മീഷന്റെ മുമ്പാകെ ഇപ്പോൾ വരണമെന്ന് തന്നെയാണല്ലോ നമ്മളും ആഗ്രഹിക്കുന്നത്. വരട്ടെ. എന്തിനാണ് ഇത് ഇത്തരത്തിലേക്കുള്ള ഒന്നിലേക്ക് പോകുന്നത്? വിവിധ തരത്തിൽ ഇതിനെ ആക്കിയെടുക്കാൻ വേറെ ഇതെല്ലാം രാഷ്ട്രീയ ലക്ഷ്യം കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. നിങ്ങളുടെ കാര്യങ്ങൾ നടക്കട്ടെ. അല്ല, ഇതില്ല രാഷ്ട്രീയ ലക്ഷ്യമല്ല. നോക്കൂ ശ്രീ എ ഷുക്കൂർ, ഇവിടെ നമ്മൾ സരിത പറയുന്ന ഒരു കാര്യത്തെയും കണക്കിലെടുക്കുന്നില്ല എന്ന് വെക്കുക. ഇവിടെ ബെന്നി ബെഹനാന്റെ സംഭാഷണം മാത്രം ഒന്ന് ശ്രദ്ധിക്കൂ. സരിത ബെന്നി ബെഹനാനോട് പറയുകയാണ്, സാറേ അബ്ദുള്ള കുട്ടിയുടെ FIR റദ്ദാക്കാൻ ഞാൻ പോകണോ അതോ കണ്ടിന്യൂ ചെയ്യണോ? അപ്പോൾ ബെന്നി അയ്യോ അത് റദ്ദാക്കണം കേട്ടോ. അപ്പോൾ സരിത, അയാൾ ഒന്നും ചെയ്തില്ല എന്നുള്ള നിലയിലൊക്കെ ഞാൻ പറയണോ? CM ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന സിറ്റുവേഷനിൽ ഞാൻ എന്തിനാ സാറേ നാണം കിടന്നേ? എനിക്കിവിടെ ജീവിക്കണ്ടേ? ഇത്രയൊക്കെ ഞാൻ സഹിച്ചില്ലേ എല്ലാവർക്കും വേണ്ടിയിട്ട്? എന്നെ വിഷമിപ്പിക്കരുത് എന്ന് ഒന്ന് പറയണം അദ്ദേഹത്തോട്. അപ്പോൾ ബെന്നി പറയുന്നു, ശരി ഞാനത് സംസാരിക്കാം. ഇത് കോൺഗ്രസിന്റെ നേതാക്കൾ സംസാരിക്കുന്ന കാര്യങ്ങൾ മാത്രം എടുക്കൂ. ഇതിലെ ഗൂഢാലോചനയ്ക്ക് വേറെന്ത് തെളിവ് വേണം? ഒരു കോടതിയിൽ നടക്കുന്ന കാര്യം, ജുഡീഷ്യൽ കമ്മീഷന്റെ മുമ്പാകെ നടക്കുന്ന കാര്യം ഇന്ന് വൈകുന്നേരത്തെ ചർച്ചകളിൽ, രാത്രികാലങ്ങളിൽ ചർച്ചകളിൽ വരിക മാത്രമല്ല നാട്ടിലെമ്പാടും ഇത്തരത്തിൽ കാര്യങ്ങൾ ഇത് ഏതായാലും ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഇത് അടുത്ത എന്താണ് പറയാനുള്ളത് അല്ലെങ്കിൽ റിപ്പോർട്ടിലൂടെ അവതരിപ്പിക്കാനുള്ളത്, ഏത് തരത്തിലുള്ള നടപടിയാണ് വേണ്ടതെന്ന് ഒരു ജുഡീഷ്യൽ കമ്മീഷൻ പറയണ്ടേ? അത് പറയാൻ അതുവരെ കാത്തിരിക്കാത്തതിന്റെ എന്താ ശരി, താങ്കൾ ആവർത്തിക്കുന്ന ന്യായം ജുഡീഷ്യൽ കമ്മീഷൻ ഇതൊക്കെ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ എന്നുള്ളതാണ്. ശ്രീ VS സുനിൽകുമാർ MLA 5-ാം തീയതി നിയമസഭ തുടങ്ങുന്നു. ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് വരാൻ ഏപ്രിൽ അവസാന വാരമാകും. ജുഡീഷ്യൽ കമ്മീഷൻ ഈ മൊഴികളുടെയും ഈ തെളിവുകളുടെയും ഒക്കെ സാങ്കത്യം പരിശോധിക്കും വരെ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടോ? ഇവിടെ തെളിവുകളാണെങ്കിൽ ഘട്ടം ഘട്ടമായി വരികയാണ്. നാളെ എന്ത് എന്നുള്ള നെഞ്ചിടിപ്പായിരിക്കും ഇപ്പോൾ കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്. ഇങ്ങനെയുള്ള ഘട്ടത്തെ നിങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കാൻ പോവുക? ഞങ്ങൾ വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള പ്രതിപക്ഷമായി തന്നെയാണ് നിയമസഭയിൽ പ്രവർത്തിക്കാൻ പോകുന്നത്. കാരണം ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ചില ദൗത്യങ്ങളുണ്ട്, ജനങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ. ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അവിടെ സംസാരിക്കും, ജനങ്ങൾക്ക് വേണ്ടി ഇടപെടും, ജനങ്ങൾക്ക് വേണ്ടി അവിടെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യും. അതിന് കാരണം എന്താണെന്നറിയാമോ? ഇവിടെ ഇപ്പൊ സുക്കൂർ, ബഹുമാനായിട്ട് എന്റെ സുഹൃത്താണ് ശ്രീമാൻ സുക്കൂർ, അദ്ദേഹത്തെ ഞങ്ങൾ അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിച്ച ഒരു കാര്യമില്ല. കാരണം അദ്ദേഹം വന്ന് പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. മറുപടി പറയാൻ ആരും കിട്ടാത്തത് കൊണ്ട് കോൺഗ്രസ് അതിലെ ഒരാളൂടെ വന്നു എന്നല്ലാതെ അദ്ദേഹത്തിന് മറുപടി ഒന്നും പറയാൻ കഴിയില്ല. സത്യം പറഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരായിരിക്കുന്ന ആളുകൾ തന്നെ നിരാശാഭരിതരായി കഴിഞ്ഞിരിക്കുകയാണ്. ഇത്രമാത്രം ഹീനവും നീചവുമായ രീതിയിലാണല്ലോ തങ്ങളുടെ നേതാക്കന്മാർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന മാനസിക പ്രയാസത്തിലാണ് കേരളത്തിലെ യഥാർത്ഥ കോൺഗ്രസ്സുകാരെല്ലാം തന്നെ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം, ഞാനൊരു കാര്യം കൂടെ അഭിലാഷോട് പറയാം. ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഈ KM മാണിയെ കൂടി ഇവര് ഈ മന്ത്രിസഭയിലേക്ക് തിരിച്ചെടുക്കണം. ഈ പാളയത്ത് നിന്നും പാലയിലേക്ക് കൊണ്ടുപോയതുപോലെ പാലയിൽ നിന്നും പാളയത്തേക്ക് തിരിച്ച് അദ്ദേഹത്തെ കൊട്ടിഘോഷിച്ച് കൊണ്ടുവന്ന് കിരീടധാരണം നടത്തിക്കൊണ്ടായിരിക്കണം നിയമസഭയിലേക്ക് കോൺഗ്രസ്സുകാർ വരേണ്ടതെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അങ്ങനെ എല്ലാ അർത്ഥത്തിലും അഴിമതിക്കാരുടെ ഒരു കൂട്ടായ്മയും ഒരു കൊള്ള സംഘത്തിന്റെ ഒരു സഹകരണ സംഘവും കേരള നിയമസഭയിലേക്ക് 5-ാം തീയതി പ്രവേശിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ കൃത്യമായി വ്യക്തതയോടുകൂടി ചെയ്യേണ്ട രീതിയിൽ ഞങ്ങൾ ചെയ്യും. അതാണ് ശ്രീ രാജേന്ദ്രൻ. അപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉന്നയിച്ച ആരോപണങ്ങൾക്ക്
ആധാരമായിട്ടുള്ള തെളിവുകൾ സരിത പൂർണ്ണമായും നൽകിയിട്ടില്ല. മുഖ്യമന്ത്രിയാണ് വിഷ്ണുനാഥിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്ന് വ്യക്തമാക്കുന്ന വിഷ്ണുനാഥ് ആലപ്പുഴ കളക്ടർക്ക് എഴുതിയ കത്ത് ഹാജരാക്കും എന്ന് പറഞ്ഞിരുന്നു. അത് ഇതുവരെ കിട്ടിയിട്ടില്ല. ഏറ്റവും പ്രധാനം, സോളാർ കമ്മീഷനിൽ മുഖ്യമന്ത്രി പറഞ്ഞ മൊഴി തെറ്റാണെന്ന് തെളിയിക്കുന്ന മല്ലലി ശ്രീധരൻ നായരുമായുള്ള കൂടിക്കാഴ്ചയുടെ വീഡിയോ തെളിവ്, ഡിജിറ്റൽ തെളിവ് അത് ഹാജരാക്കും എന്ന് പറഞ്ഞിട്ട് അത് ഇതുവരെ ഹാജരാക്കിയിട്ടില്ല. എന്തുകൊണ്ടായിരിക്കാം അത്? ഒന്നുകിൽ ഈ ബ്ലാക്ക് മെയിലിംഗ് തുടരുക എന്ന അർത്ഥത്തിലാകാം, അല്ലെങ്കിൽ അങ്ങനെ ഏറ്റവും ക്രൂഷ്യലായ തെളിവുകൾ മിസ്സിംഗ് ആകാം. ഏതിനാണ് സാധ്യത? നാളെ സരിതയുടെ മൊഴി തുടരുകയാണ്. ഈ തെളിവ് അവർ ഹാജരാക്കാൻ ഇടയുണ്ടെന്നാണ് അവരുടെ ചാനൽ ചർച്ചയിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ശ്രീ അഭിലാഷ് ഒരു കാര്യം മനസ്സിലാക്കണം. മുഖ്യമന്ത്രിക്ക് രണ്ട് കാര്യത്തിൽ മണ്ടത്തരം പറ്റി. ഒന്ന്, ശ്രീധരൻ നായരുടെ 164 എടുക്കുമ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ പരാമർശം നടത്തുകയില്ല എന്ന ഉറപ്പ് അദ്ദേഹത്തിന് ആരോ കൊടുത്തിരുന്നു. പക്ഷേ ആ ഉറപ്പ് ഇല്ലാതാക്കിക്കൊണ്ട് ശ്രീധരൻ നായർ സത്യം പറഞ്ഞു. അതുപോലെ കമ്മീഷൻ മുമ്പാകെ സരിതയും സത്യം പറയുകയില്ല എന്ന വിശ്വാസമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. സരിത അവർ കമ്മീഷന് മുമ്പാകെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അക്കമിട്ട് തെളിയിക്കാൻ അതിലേറ്റവും സുപ്രധാനമായ ഒരു രേഖ ഇന്ന് ഹാജരാക്കി. ബാബുരാജിൻ്റെ ഭാര്യയുടെ പേരിൽ മുഖ്യമന്ത്രിക്ക് എഴുതിയ കത്ത്, അപേക്ഷ. ആ അപേക്ഷ എഴുതിയപ്പോൾ തന്നെ അതിൻ്റെ ഫോട്ടോ കോപ്പി ബാബുരാജിന് കൊടുത്തിരുന്നു. ബാബുരാജ് ആ ഫോട്ടോ കോപ്പിയുടെ പകർപ്പ് ലോയേഴ്സ് യൂണിയന് നൽകിയിരുന്നു. ലോയേഴ്സ് യൂണിയൻ ഈ കമ്മീഷൻ മുമ്പാകെ എക്സിബിറ്റ് 1 ആദ്യം മാർക്ക് ചെയ്ത് അതായിരുന്നു. ആ അപേക്ഷയിൽ മുഖ്യമന്ത്രിയുടെ ഒപ്പില്ല, മുഖ്യമന്ത്രിയുടെ സീലില്ല. എന്നാൽ പിന്നീട് സരിത ഈ അപേക്ഷ മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നു, അദ്ദേഹം ഒപ്പിടുന്നു, ഓഫീസിൻ്റെ സീല് വെക്കുന്നു. അതിൻ്റെ പകർപ്പ് സരിതയുടെ കൈവശമായിരുന്നു. അതാണ് ഇന്ന് കമ്മീഷൻ ഹാജരാക്കിയിട്ടുണ്ട്. വ്യക്തമാണ്. അതോടൊപ്പം തന്നെ ബിനോയ്, ഇന്ന് സരിത കമ്മീഷൻ മുമ്പാകെ ഹാജരാക്കി ഈ സർക്കാരിനെ മറിച്ചിടും, ഇനി 2 മാസമേ ഉള്ളൂ എങ്കിൽ പോലും എന്നുള്ള വാശി നിങ്ങളെ സംബന്ധിച്ചുണ്ടോ? ഇവിടെ ഇപ്പോൾ സരിതയെ സംബന്ധിച്ച് അവർക്ക് സാമ്പത്തികമായി ഒട്ടേറെ ആവശ്യങ്ങൾ ഉണ്ടാവും. കാരണം അവർ ഇത്രയും കേസ് നടത്തുകയാണല്ലോ. നിങ്ങളോട് സഹായം ആവശ്യപ്പെട്ടത് നൽകുമോ? ഒരിക്കലുമില്ല. അത്തരത്തിലൊന്നും പോയി വില കുറഞ്ഞ രീതിയിൽ പെരുമാറേണ്ട കാര്യം നമുക്കില്ലല്ലോ. അതിൻ്റെ കാര്യം എന്താ? നമ്മളിത് നോക്കിയിരുന്ന് കണ്ടാൽ പോരെ. ഈ സരിത വിഷയം, സോളാർ വിഷയം മാറ്റി നിർത്ത്. അത് ഞങ്ങളുമായിട്ട് കൂട്ടിക്കുഴിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മളത് ഡെയിലി TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നമുക്ക് മനസ്സിലായതല്ല ഇന്ന് മനസ്സിലാകുന്നത്. നാളെ മറ്റെന്തൊക്കെയോ നടക്കുമെന്ന് അഡ്വക്കേറ്റ് അദ്ദേഹം പറയുന്നത് കേട്ടല്ലോ. നമ്മളത് വിട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇന്ന് ബിജു രമേശ് എന്തെല്ലാം പറഞ്ഞു, ഞങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാം ജനത്തിൻ്റെ വെളിച്ചത്തിൽ അടുത്ത് കൊണ്ടുവരാൻ പറ്റുമോ അതെല്ലാം കൊണ്ടുവരാൻ ഏതറ്റം വരെ വേണേലും പോകും. അതൊന്നും കൃത്രിമമായി ഉണ്ടാക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഉണ്ടാക്കാൻ തയ്യാറാണെങ്കിൽ 7 പണ്ടേ ഉണ്ടാക്കാമായിരുന്നല്ലോ. അതിനൊന്നും തയ്യാറല്ല. പക്ഷേ ഞങ്ങൾക്ക് ഒരു വിശ്വാസമുണ്ട്. ഞങ്ങളുടെ നേതൃത്വം ഈ വരുന്ന ദിവസങ്ങളിൽ KM മാണിയുടെ കേസിന് കോടതിയിൽ വരുമ്പോൾ അതെന്തായാലും അതിന് ഒരു എഗനിസ്റ്റായിട്ടൊരു തീരുമാനം ഉണ്ടാവും എന്നുള്ളതാണ്. അതാണ് രാജ്കുമാർ ഉണ്ണി ഇന്നലെ പറഞ്ഞത്. ഞങ്ങൾക്ക് നിരവധി കാര്യങ്ങൾ പറയാനുണ്ട്. മാന്യതയുടെ പേരിൽ മാത്രമാണ് ഞാൻ ഇതുവരെ പറയാത്തത്. ഇന്ന് വരെ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇന്ന് വരെ അദ്ദേഹം എൻ്റെ ക്രെഡിബിലിറ്റി നോക്കണമെന്നാണ് പറഞ്ഞിരുന്നത്. ആദ്യമായി ഇന്നലെ അദ്ദേഹം അങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് വളരെ സന്തോഷം. രാജ്കുമാർ ഉണ്ണിയെ നിങ്ങൾ വിശ്വസിക്കുകയാണ്. എങ്ങനെയായാലും നിങ്ങളുടെ ബാർ പൂട്ടിച്ച ഈ സർക്കാർ ഇനി വരരുതെന്ന നിർബന്ധ ബുദ്ധിയുണ്ടോ? അങ്ങനെ അതൊക്കെ ജനം തീരുമാനിക്കേണ്ട കാര്യങ്ങൾ. ഇതെല്ലാം കാണുന്ന ജനം ഒരു വിലയിരുത്തലുണ്ടാവും. അതായത് ഒരു സർക്കാർ എന്താണ് ഈ വ്യവസായത്തോട് കാണിച്ചതെന്ന് ജനത്തിന് മനസ്സിലായി. അത് ജനത്തിൻ്റെ കണ്ണി പൊടിയിട്ട് വോട്ട് തട്ടാൻ വേണ്ടി എടുത്ത തീരുമാനമാണെന്നുള്ളത് വ്യക്തമായി നമുക്കും ഏത് കൊച്ചു കുഞ്ഞിനും അറിയാം. അത് തിരുത്തേണ്ട സാഹചര്യം അവർക്ക് തന്നെ ഉണ്ടാവും. ഇനി ഇവരാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ പോലും ഇവർ തന്നെ ഇത് തിരുത്തേണ്ടി വരും. അതിനകത്തൊരു സംശയവും നമുക്കില്ല. അതെ, അതല്ലാതെ ഉപജാപത്തിനൊന്നുമില്ല എന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. ശ്രീ A. ഷുക്കൂർ, ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള തെളിവുകളും ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകളും പൊതു സമൂഹത്തിന് മുന്നിലേക്ക് വരുന്നത്. ജുഡീഷ്യറിയിൽ നിന്ന് താൽക്കാലിക ആശ്വാസമോ ഇടക്കാല സ്റ്റേയോ ഒക്കെ കിട്ടുക എന്നുള്ളത് അങ്ങേയറ്റം ചെറിയ ഒരു അഭയം മാത്രമാണ്. അതിനപ്പുറത്ത് ഇത്രയേറെ കലുഷിതമാണ് സാഹചര്യം എന്ന ബോധ്യം കോൺഗ്രസ് പാർട്ടിയിൽ ഇല്ലേ? ഇങ്ങനെ പോയാൽ പറ്റില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഇപ്പോഴും? ഇത് ഏതായാലും ഇവിടെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഇത്തരം ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉണ്ടായ സാഹചര്യം
ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വശങ്ങളും പരിശോധിക്കാനും അന്വേഷിച്ച് നടപടിയെടുക്കാനും ഒരു ജുഡീഷ്യൽ കമ്മീഷനും അല്ലെങ്കിൽ അതനുസരിച്ചുള്ള നിയമപരമായ നടപടികളും നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ട് വന്നതിന്റെ അടിസ്ഥാനത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ജനങ്ങൾ കൂടി അറിയട്ടെ, എല്ലാവരും അറിയട്ടെ. എന്തിനീ ഈ നമ്മൾ അതിവേഗതയിലേക്ക്, അത് പെട്ടെന്ന് ഇന്ന് തന്നെ ഇതെല്ലാം അറിയട്ടെ, തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. സർക്കാരിന് ഈ മുഖമാണിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ മുഖ്യമന്ത്രിയെയും ഈ അനുയായികളെയും വെച്ചുകൊണ്ട് ഇതേ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് കരുതുന്നുണ്ടോ ശ്രീ എ ഷുക്കൂർ? ഈ പ്രതിച്ഛായയുമായി ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുക ആത്മഹത്യാപരമല്ലേ? അങ്ങനെ ഒരു ആലോചന പോലും ഇല്ലേ കോൺഗ്രസ്? ഇല്ല, അങ്ങനെയല്ല. ഇതിന്റെ പിന്നിൽ ഒരുപാട് ദുരൂഹതകളുണ്ട്. ചില ഗൂഢാലോചനകൾ നടക്കുന്നു, നിരന്തരം നടക്കുന്നു. ഇതെല്ലാം പറയിച്ചുകൊണ്ടിരിക്കുന്നു പലരെ കൊണ്ട്, ചിലരെ കൊണ്ട് മറ്റു തരത്തിലുള്ള കാര്യങ്ങൾ ചമച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം പുറത്തു വരാനിരിക്കുകയാണ്. ഏതായാലും വരട്ടെ. ഇപ്പോൾ തന്നെ നമ്മുടെ ബാറുകൾ നഷ്ടപ്പെട്ട അതുമായി ബന്ധപ്പെട്ട ബിജു രമേശും കൂട്ടാളികളും മറ്റൊരു തരത്തിൽ ഇപ്പോൾ ഇവിടെ ഹാജരായ എലഗൻ ബിനോയിയും തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങൾ ഇതിനെ എല്ലാം പ്രോത്സാഹിപ്പിക്കും എന്ന് ഇടക്ക് വരികൾക്കിടയിലും അദ്ദേഹം പറഞ്ഞു. എന്തായാലും വരട്ടെ, പ്രോത്സാഹനം വരട്ടെ. പിന്തുണയ്ക്കില്ല എന്ന് പറയുമ്പോഴും പ്രോത്സാഹിപ്പിക്കും എന്ന് പറയുന്നത് വരട്ടെ. ഇതെല്ലാം കേരളീയ സമൂഹം കാണും. ഒരു ജനാധിപത്യ പോരാട്ടം നടക്കും. ശരി, ജനാധിപത്യ പോരാട്ടം നടക്കും. എല്ലാം കേരളീയ സമൂഹം കാണുന്നുണ്ട് എന്നുള്ളതാണ് എല്ലാവർക്കും പറയാനുള്ളത്. അഡ്വക്കേറ്റ് രാജേന്ദ്രൻ, താങ്കൾക്ക് കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനുണ്ട്. സോളാർ ജുഡീഷ്യൽ കമ്മീഷനിൽ ഈ മൊഴിയെടുപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സരിത എസ് നായരെ സംബന്ധിച്ച് ഇനിയും തെളിവുകൾ ഹാജരാക്കാനുണ്ട്. പക്ഷേ ഇവിടെ ആരോപിക്കപ്പെട്ട വലിയ സാമ്പത്തിക തട്ടിപ്പ്, അതിന് സർക്കാർ നൽകിയ സഹായം, ഇത് തെളിയിക്കാനുള്ള എന്തെങ്കിലും മെറ്റീരിയൽ പക്ഷേ ഇപ്പോഴുമുണ്ടോ? ഇവിടെ സരിത എസ് നായർ എന്തോ പറയും എന്ന ഭയം കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക്, വിശേഷിച്ച് എ ഗ്രൂപ്പിൻ്റെ ഉമ്മൻചാണ്ടിയുമായി ഏറ്റവും അടുപ്പമുള്ള ആളുകൾക്കുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതവർ പരമാവധി മൂടിവെക്കാനുള്ള എല്ലാ ശ്രമവും നടത്തുന്നു. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യുന്നു. അതിനൊക്കെ അപ്പുറത്ത് ഇത് ഒരു വലിയ അഴിമതിയാണ് എന്ന് സ്ഥാപിക്കാൻ അവർ തന്നെ ഉന്നയിച്ച മറ്റ് കമ്പനികൾക്ക് കൂടി ബന്ധമുള്ള സർക്കാർ സംവിധാനങ്ങൾ ചലിച്ച ഒരു അഴിമതിയാണ് എന്ന് തെളിയിക്കാനുള്ള എന്ത് മെറ്റീരിയൽ എവിഡൻസ് ആണ് ഹാജരാക്കാനായിട്ടുള്ളത്, ഇനി ഹാജരാക്കാൻ ആകുക? അഭിലാഷ്, സരിതാ നായരുടെ മൊഴിയും ബിജു രാധാകൃഷ്ണന്റെ മൊഴിയും ഇല്ലാതെ തന്നെ ഏതാണ്ട് കമ്മീഷനിൽ ഇതിനകം തന്നെ വിസ്തരിക്കപ്പെട്ട 121 സാക്ഷികളും ഹാജരാക്കപ്പെട്ട 500-നടുത്ത് രേഖകളിൽ കൂടെ ഈ സാമ്പത്തിക തട്ടിപ്പിൽ സർക്കാരിനുള്ള പങ്ക്, അതിൽ ഉന്നതന്മാരുടെ പങ്ക്, അതിൽ മുഖ്യമന്ത്രിയുടെ പങ്ക്, അദ്ദേഹത്തിൻ്റെ ഓഫീസിൻ്റെ പങ്ക്, ഇതെല്ലാം കൃത്യമായി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് സരിതയുടെ മൊഴിയോ അല്ലെങ്കിൽ ബിജു രാധാകൃഷ്ണൻ മൊഴിയോ മാത്രമല്ല, അതൊക്കെ ഇപ്പോൾ യാദൃച്ഛികമായി വന്ന തെളിവുകളാണ്. മറ്റെല്ലാ തെളിവുകളും വന്നു കഴിഞ്ഞു. ഇവിടെ ഒരു കാര്യം കൂടെ ഓർക്കണം. സരിതയുടെ മൊഴിയിൽ കത്തിൽ ആരോപിക്കപ്പെട്ട പേരുകളിൽ കോൺഗ്രസിൻ്റെ ഒരു വിഭാഗത്തെ കൃത്യമായി ഒഴിവാക്കിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി ആര്യാടൻ മുഹമ്മദ്, തമ്പാനൂർ രവി, ബെന്നി ബെഹനാൻ, അതോടൊപ്പം തന്നെ PC വിശ്വനാഥ്. എന്നാൽ ഹൈബി ഈഡന്റെ പേര് ഇതുവരെ പരാമർശിച്ചില്ല, KC വേണുഗോപാലിൻ്റെ പേര് പരാമർശിച്ചില്ല, അടൂർ പ്രകാശിൻ്റെ പേര് പരാമർശിച്ചില്ല, കോൺഗ്രസിലെ ഒരു വിഭാഗത്തിൻ്റെ പേര് പരാമർശിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ഇന്ന് സരിത കമ്മീഷൻ മുമ്പാകെ PC ജോർജിൻ്റെ മൊഴിക്ക് വിരുദ്ധമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. PC ജോർജ് കമ്മീഷൻ മുമ്പാകെ പറഞ്ഞിരുന്നത് സരിത പർദ്ദയിട്ട് കത്തുമായി അദ്ദേഹത്തെ വീട്ടിൽ ചെന്ന് കണ്ടു എന്നാണ്. പക്ഷേ സരിത പറഞ്ഞത് വീട്ടിൽ ചെന്ന് കാണുന്നതിന് മുമ്പ് തന്നെ കത്ത് അദ്ദേഹം കണ്ടിരിക്കുന്നു, ഞാൻ കത്ത് അദ്ദേഹത്തെ കാണിച്ചിട്ടില്ല. അപ്പോൾ PC ജോർജുമല്ല സരിതയുടെ ഈ മാറ്റത്തിന് പിന്നിൽ. അപ്പോൾ പിന്നെ ആരാണ് ഈ മാറ്റത്തിന് പിന്നിൽ? പിന്നെ 10 കോടി രൂപ കൊടുത്ത CPM-നെ കുറിച്ച് പറഞ്ഞു. അത് അന്നേ അവജ്ഞയോടുകൂടി തള്ളിയതാണ്. അതിശക്തമായി തെളിവുകൾ ഒന്നിനു പുറകെ ഒന്നൊന്നായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ അസ്ഥാനത്ത് ചീറ്റിപ്പോയ ഒരു പ്രോജക്റ്റാണ് ഇത്. ഇങ്ങനെ തന്നെ നടന്നിരുന്നുവെങ്കിൽ ആയിരക്കണക്കിന് കോടി രൂപയുടെ ലാഭം ഉണ്ടാകുമായിരുന്നു. ഇന്ന് സരിത കമ്മീഷൻ മുമ്പാകെ പറഞ്ഞത് മൗണ്ട് സിയോൺ സ്ഥാപനത്തിൻ്റെ ചെയർമാൻ എബ്രഹാം കലമണ്ണിലിനെ ഞാനാണ് മുഖ്യമന്ത്രിക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്.
ആ സ്ത്രീയുടെ ഉന്നതങ്ങളിലെ പരിചയവും ഉന്നതങ്ങളിലെ ഇടപെടലും നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അതാണ് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. അഡ്വക്കേറ്റ് ജയശങ്കർ, അദ്ദേഹം സൂചിപ്പിച്ച കാര്യത്തിലെ ഏറ്റവും പ്രസക്തമായ കാര്യം, നമ്മൾ മുൻപ് കേട്ടിരുന്ന ഐ ഗ്രൂപ്പുകാരായ ആരുടെയും പേര് ഒരു തരത്തിലും പരാമർശിക്കപ്പെട്ടിട്ടില്ല ഇന്ന് വരെയുള്ള ഈ വെളിപ്പെടുത്തലുകളിൽ എന്നുള്ളതാണ്. അത് വളരെ സ്വാഭാവികമായി സംഭവിക്കുന്നതാണോ? അല്ല, തീർച്ചയായിട്ടും അത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ശ്രീ രാജേന്ദ്രൻ പറയുന്നവരെ നമ്മളാരും ആ വഴിക്ക് ആലോചിച്ചിരുന്നില്ല. ഇപ്പോൾ ഐ ഗ്രൂപ്പിൽപ്പെട്ട ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ രാജേന്ദ്രൻ പറയാത്ത ആൾക്കാരും ഉണ്ട്. ഉദാഹരണത്തിന് AP അനിൽകുമാർ. അനിൽകുമാറിൻ്റെ പേര് ആദ്യം മുതലേ ചർച്ചാ വിഷയമായി നിൽക്കുന്ന അനിൽകുമാർ, അടൂർ പ്രകാശ്, KC വേണുഗോപാലിനെ കുറിച്ച് സരിത എഴുതിയ കത്തിൽ നമ്മൾ പൊക്കി കാണിക്കുമ്പോൾ കാണുന്നുണ്ട്. അതിൻ്റെ ഉള്ളടക്കം പോലും കുറേയൊക്കെ കണ്ടതാണ്. ഹൈബീഡൻ്റെ പേരും ഇതുപോലെ വന്നതാണ്. അപ്പോൾ ഈ പേരുകളൊന്നും സരിത ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ നാളെ മറ്റന്നാളോ പറയാൻ പാടില്ലായില്ല. ഇനി ഇവരുമായിട്ട് ബിസിനസ് ബന്ധമല്ല മറ്റു തരത്തിലുള്ള ബന്ധമാണെങ്കിൽ സ്വാഭാവികമായിട്ട് വരാനുള്ള സാധ്യതകൾ കുറവാണ്. അപ്പോൾ സരിത പറയുന്നത് പ്രധാനമായിട്ടും ബിസിനസ് ബന്ധങ്ങളെക്കുറിച്ചിട്ടും ബിസിനസ് ഡീൽസിനെ കുറിച്ചിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പണം കൊടുത്തതിൻ്റെ ഡീറ്റെയിൽസാണ്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഈ കാര്യങ്ങൾ വരാത്തത് എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാവുന്നതാണ്. പക്ഷേ സരിതയുടെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ സാമർത്ഥ്യക്കാരിയാണ്. നമുക്ക് ആർക്കും അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയുകയില്ല. അവർ ഇനി അടുത്തതായിട്ട് എന്താ പറയാൻ പോകുന്നതെന്നും ആർക്കും അറിയാൻ പറ്റുകയില്ല. അപ്പോൾ ഏതായാലും ഇത് പൂർത്തിയായാൽ മാത്രമേ ഇതെവിടെ ചെന്ന് അവസാനിക്കൂ എന്ന് പറയാൻ കഴിയുകയുള്ളൂ. ഒരു പക്ഷേ നാളെ A ഗ്രൂപ്പുകാർ ആരോപിക്കാം ഇതിൻ്റെ പുറകിൽ ഐ ഗ്രൂപ്പുകാരുടെ വലിയ ഗൂഢാലോചനയുണ്ട്. ഇപ്പോൾ നമ്മുടെ A ഷുക്കൂറിനെ പോലുള്ള ആളുകൾ അല്ലെങ്കിൽ ജോസഫ് വാഴക്കനെ പോലുള്ളവരൊക്കെ കോൺഗ്രസിന് വേണ്ടി സംസാരിക്കുന്നു എന്ന രീതിയിൽ ഭാവിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയെയും ഇവരുടെ മുഖ്യമന്ത്രിയെയും ദുർബലമാക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള വ്യാഖ്യാനം പോലും നാളെ സാധ്യമായിട്ടുള്ള കോൺഗ്രസിലെ ഗ്രൂപ്പ് യുദ്ധത്തിൻ്റെ ഒരു തോത് ആ രീതിയിലാണ്. ശ്രീ A ഷുക്കൂർ, സാധാരണഗതിയിൽ ഇത്രയ്ക്കൊന്നും വേണ്ട ഗ്രൂപ്പ് കലഹം മൂർച്ഛിക്കാനും നേതൃമാറ്റം ആവശ്യപ്പെടാനും ഒക്കെ. ഐ ഗ്രൂപ്പിനെ സംബന്ധിച്ച് പക്ഷേ കഴിഞ്ഞ 4 വർഷമായി അങ്ങനെ ഒരു ലെവലിലേക്ക് പോകാൻ ഒരു ഘട്ടത്തിലും കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രിയെ ഏതാണ്ട് എല്ലാ ഘട്ടങ്ങളിലും മനസ്സോടെയാണെങ്കിലും സംരക്ഷിക്കേണ്ടി വന്നു. ഇവിടെ ഈ വെളിപ്പെടുത്തൽ പരമ്പരയിൽ ഐ ഗ്രൂപ്പ് നേതാക്കളുടെ ആരുടെയും പേര് ഈ നിമിഷം വരെ പരാമർശിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് നിഷ്കളങ്കമാണ് എന്ന് കരുതണോ? ഈ അഭിലാഷ, ഈ ജയശങ്കർ വക്കീലിന്റെ രാഷ്ട്രീയവും അദ്ദേഹത്തിന്റെ മനസ്സിലിരിപ്പും അദ്ദേഹം ആഗ്രഹിക്കുന്നതൊന്നും കോൺഗ്രസിൽ നടക്കാൻ പോകുന്നില്ല. വക്കീലെ ഈ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെ നേതാവായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഉമ്മൻചാണ്ടി തന്നെയാണ്. ഞങ്ങൾ എന്തായാലും CPM-നകത്തും CPI-ക്കകത്തും ഒക്കെ ഇപ്പോൾ നടക്കുന്നത് പോലുള്ള കാര്യങ്ങൾ കോൺഗ്രസിനകത്തില്ല. ഇങ്ങനെ നിങ്ങൾക്ക് കുറേ ആരോപണങ്ങളും പുതിയ കണ്ടെത്തലും വെളിപ്പെടുത്തലിന് വേണ്ടി ചിലർ പ്രേരിപ്പിക്കലും ചില കാര്യങ്ങളും ആഗ്രഹങ്ങൾ. ഞാൻ എല്ലാ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലും ഈ ജയശങ്കർ വക്കീലിന്റെ പ്രവചനം കേൾക്കാറുള്ളതാണ്. ഒന്നും ഇന്നുവരെ ശരിയാകാത്തതാണ്. ഒന്നും. അതുകൊണ്ട് പ്രവചനങ്ങളെല്ലാം കൊള്ളാൻ. 2006 ശേഷം ഇങ്ങോട്ട് ഒരു പ്രവചനവും ശരിയായിട്ടില്ല. അതുകൊണ്ട് ജയശങ്കർ വക്കീലിന്റെ മനസ്സിലിരിപ്പം നടക്കാൻ പോകുന്നില്ല. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. അല്ല, ഞാൻ ഷുക്കൂറിൻ്റെ അറിവിലേക്ക് വേണ്ടി വേറൊരു കാര്യം പറയാം. കേരളത്തിൽ തന്നെ ഏറ്റവും അധികം ഗ്രൂപ്പുള്ള സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്, ആലുവ. അവിടെ കോൺഗ്രസ്സുകാർ തമ്മിൽ കണ്ടാൽ മിണ്ടില്ല, ചിരിക്കില്ല, കല്യാണത്തിന് വിളിച്ചാൽ പോയില്ല, അത്ര മുടിഞ്ഞ ഗ്രൂപ്പാണ്. ആലുവയുടെ ഒരു പ്രത്യേകം ചെയ്യുക, ഐ ഗ്രൂപ്പുകാർ ഇന്ദിരാഗാന്ധിയുടെ ചരമവാർഷികം നടത്തിയ A ഗ്രൂപ്പുകാർ പങ്കെടുക്കില്ല. A ഗ്രൂപ്പുകാർ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം ആഘോഷിച്ചാൽ അതിൽ ഐ ഗ്രൂപ്പുകാർ പങ്കെടുക്കില്ല. അത്ര രസകരമായി. അവിടെ ഐ ഗ്രൂപ്പുകാർ നടത്തുന്ന എല്ലാ പരിപാടിക്കും എന്നെ വിളിക്കും. അവരുടെ ഒരു അല്പക്കാരെന്നുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇപ്പോൾ ഒരു കുഴപ്പമുള്ള A ഗ്രൂപ്പുകാർ എന്നെ കണ്ടപ്പെട്ടില്ല. കരുണാകരൻ ദിനം ഉണ്ടായിരുന്നല്ലോ, December 23. കരുണാകരൻ്റെ അനുസ്മരണ പ്രസംഗം നടത്തിയത് ഞാനാണ് ഷുക്കൂറെ. നിങ്ങൾ ചോദിച്ചു നോക്ക്. കരുണാകരൻ്റെ അനുസ്മരണ പ്രഭാഷണം നടത്തിയത് അഡ്വക്കേറ്റ് ജയശങ്കറാണ് ആലുവയിൽ. അതുകൊണ്ട് ഐ ഗ്രൂപ്പിനോട് എനിക്ക് പ്രത്യേകിച്ച് ഒരു വിരോധമില്ലെന്ന് മാത്രമല്ല, ഐ ഗ്രൂപ്പുകാരോട് പ്രത്യേകിച്ച് ഒരു സ്നേഹവും കൂടിയുണ്ട്. ഞാൻ തന്നെ ഒരു ഐ ഗ്രൂപ്പുകാരനായിട്ടാണ് ആലുവയിൽ കരുതപ്പെടുന്നത്. മറ്റെല്ലാ സ്ഥലത്തും CPI-കാരനാണെങ്കിലും. വക്കീലെ ഞങ്ങളുടെ പാർട്ടി ഒരു ജനാധിപത്യ പാർട്ടിയാണ്, വലിയ ജനാധിപത്യ പാർട്ടിയാണ്. ചില തരത്തിലുള്ള മത്സരങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷെ ആലപ്പുഴയിലും ഈ പരിസര പ്രദേശത്ത് നടക്കുന്ന പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പോലുള്ള യുദ്ധവും പോരാട്ടവും കയ്യാങ്കളിയും തമ്മിലുള്ള പോരും ഒന്നും ഞങ്ങളുടെ പാർട്ടിയിൽ ഇല്ല. വക്കീൽ അത് കണ്ട് ആദ്യം പഠിക്കുക. നമുക്ക് നമ്മുടെ ചർച്ചാ വിഷയം അതല്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഈ വിഷയം ഉന്നയിച്ചതുകൊണ്ട് താങ്കൾക്ക് പറയാൻ അവസരം തന്നു എന്നുള്ളതേ ഉള്ളൂ. ശ്രീ VS സുനിൽകുമാർ MLA, സംസ്ഥാനം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെ ഘട്ടം ഘട്ടമായി ആരോപണങ്ങളുടെ ഒരു വലിയ നിര തന്നെ വരുന്നത്. തീർച്ചയായും അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയം ആരോപിക്കപ്പെടും എന്നുള്ളത് അങ്ങേയറ്റം സ്വാഭാവികമാണ്.
അതിനൊക്കെ അപ്പുറത്ത് കേരളത്തിലെ ജനങ്ങൾക്ക് സത്യം അറിയേണ്ടതുണ്ട്. അതാണ് ഏറ്റവും പ്രധാനം. ഈ നടക്കുന്ന കോലാഹലങ്ങൾക്കിടയിൽ അത് ഇല്ലാതായി പോകുമോ? ജുഡീഷ്യൽ കമ്മീഷനാണ് ഇക്കാര്യത്തിൽ വരുന്ന ഈ വിശദീകരണങ്ങളുടെയും ഈ വെളിപ്പെടുത്തലുകളുടെയും ഒക്കെ മെറിറ്റ് തീരുമാനിക്കേണ്ടത്. അത് തീർച്ചയായും 2-3 മാസം കൂടി അന്തിമ റിപ്പോർട്ട് വരാൻ നമ്മൾ കാത്തിരിക്കുകയും വേണം. സത്യം ജയിക്കും എന്ന് ഈ ഘട്ടത്തിൽ തോന്നുന്നുണ്ടോ? അഭിലാഷ്, ഞങ്ങൾക്ക് വളരെ ആശ്വാസം തോന്നുന്നൊരു കാര്യം, ഈ കഴിഞ്ഞ ഈ സോളാർ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന ശക്തമായ സമരം ഇത് ആരംഭിച്ച ഘട്ടത്തിൽ നിയമസഭയ്ക്ക് അകത്തും പുറത്തും വളരെ ശക്തമായ പ്രക്ഷോഭമുണ്ടായി. നിയമസഭ സെക്രട്ടേറിയറ്റ് വളയുന്ന സമരം ഉണ്ടായി. ആ സമരത്തെ തുടർന്നാണല്ലോ ആ ജുഡീഷ്യൽ എൻക്വയറി പ്രഖ്യാപിച്ചത്. അതിനുശേഷം UDFും ഈ ബഹുമാനായിട്ട് ശ്രീ ഷുക്കൂർ അടക്കമുള്ള ആളുകൾ പറഞ്ഞു നടന്നത് എന്താ, ഇവർ കള്ളക്കഥകൾ കെട്ടിച്ചമച്ച് ഒരു സമരം നടത്തി നാണം കെട്ട് പോയി എന്നാണ് ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വലിയ പ്രചരണമായിരുന്നത്. ഇപ്പൊ വളരെ വ്യക്തമായിരിക്കുന്നു, ഞങ്ങൾ ഉത്തരവാദിത്തത്തോടുകൂടി പറഞ്ഞതും ഞങ്ങൾ പ്രചരിപ്പിച്ചതും ഞങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ഉദ്ദേശിച്ചതുമായ കാര്യങ്ങളെല്ലാം സത്യമായിരുന്നുവെന്നും ഉമ്മൻചാണ്ടി അടക്കമുള്ള ആളുകളെ പറ്റി ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ രാഷ്ട്രീയ പ്രേരിതമായ വൈരാഗ്യത്തോടുകൂടിയോ വൈരനിരാധന ബുദ്ധിയോടോ കൂടിയോ കെട്ടിച്ചമച്ചതായിരുന്നില്ലെന്നും ഇതിന്റെ പിന്നിലെല്ലാം കോടികളുടെ അഴിമതിയായിരുന്നു എന്ന കാര്യം ജനങ്ങൾക്ക് സമ്പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ നടത്തിയ സമരം, ഞങ്ങളുടെ ഉത്തരവാദിത്തം, ഞങ്ങളുടെ പ്രവർത്തനം കൂടി അംഗീകരിക്കാൻ ജനങ്ങൾക്ക് അവസരം കിട്ടാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്താണ്. കാരണം ഇപ്പൊ അഭിലാഷ് ഒരു കാര്യം ആലോചിച്ച് നോക്കുക, ഇപ്പൊ സരിത പറയുന്ന കാര്യങ്ങൾ അന്ന് സെക്രട്ടേറിയറ്റ് വളഞ്ഞ് നടന്ന സമരകാലത്തിലാണ് പുറത്തു വന്നതെങ്കിൽ എന്തായിരിക്കുമായിരുന്നു സ്ഥിതി? ഇപ്പൊ സരിത പറഞ്ഞ ഒരൊറ്റ ഡയലോഗ് മതിയായിരുന്നില്ലേ? ഈ ശ്രീധരൻ നായരോടൊപ്പമാണ് ഞാൻ ഉമ്മൻചാണ്ടിയെ കണ്ടത് എന്ന് സരിത അന്ന് ഒരു വാക്ക് സരിത പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ അന്ന് മന്ത്രിസഭ വീഴുമായിരുന്നു. അന്ന് സരിതയെ കൊണ്ടത് പറയിപ്പിക്കാതിരിക്കാൻ വേണ്ടി കോടികൾ ചെലവഴിച്ചു. ആ കോടികൾ ചെലവഴിച്ചിട്ടും സത്യം മൂടിവെക്കാൻ കഴിയില്ല. അത് എത്ര ആഴത്തിൽ കുഴിച്ചു മൂടിയാലും അത് പുറത്തു വരും എന്നുള്ളതിന്റെ ദൃഷ്ടാന്തമാണ് ഇപ്പോൾ ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഗതികൾ. ഇനിയും സരിത കുറെ കാര്യങ്ങൾ പറയും. അതാരും പ്രേരിപ്പിച്ചിട്ടോ ഗൂഢാലോചന നടത്തിയിട്ടോ അല്ല. ഉണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കോൺസ്പിറസി ഉണ്ടെങ്കിൽ അത് ശ്രീ രാജേന്ദ്രൻ വക്കീൽ പറഞ്ഞ പോലെ ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കണ്ട. അത് നിങ്ങൾ അന്വേഷിച്ചോളൂ, അന്വേഷിക്കേണ്ട സ്ഥലത്ത് അന്വേഷിച്ചോളൂ. ഞങ്ങൾ ഒരു ഗൂഢാലോചനയും ഈ സരിതയായിട്ടോ മാനുടമസ്ഥന്മാരുമായിട്ടോ നടത്തേണ്ട ഒരു കാര്യവുമില്ല. അല്ലാതെ തന്നെ സ്വയം കൃതാനാർത്ഥം ചളിക്കുണ്ടിലേക്ക് നിബന്ധിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു ഗവൺമെന്റാണ് UDF ഗവൺമെന്റ്. ശരി, അതാണ് അക്കാര്യത്തിലെ നിങ്ങളുടെ നിലപാട്. ശ്രീ A. ഷുക്കൂർ, 30 സെക്കൻഡിലൊരു ഉത്തരം. ബെന്നി ബെഹനാനോടും തമ്പാനൂർ രവിയോടും എന്തിനാണ് നിങ്ങളിങ്ങനെ നിരന്തരം സരിതയെ വിളിച്ചുകൊണ്ടിരുന്നത് എന്ന ചോദ്യം പാർട്ടിയിൽ വരുമോ? ഞങ്ങളുടെ പാർട്ടിയിൽ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അത്തരം കാര്യങ്ങളും നടപടികളും കാര്യങ്ങളുമായിട്ട് പോകാറുണ്ട്. ഇപ്പോൾ പാർട്ടി കഴിഞ്ഞ കാലങ്ങളിൽ വിഭാഗീയതയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല. അത്തരത്തിലുള്ള ഒരു വിഭാഗതയും അത്തരത്തിലുള്ള പോരുമുള്ള പാർട്ടിയല്ല ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ശരി, ഇതിൽ പക്ഷേ വിഭാഗീയതയുമായി ഒന്നും യാതൊരു ബന്ധവുമില്ല. സ്വാഭാവികമായും വിശദീകരണം തേടുമോ എന്നുള്ള ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. നമുക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്. വളരെ പെട്ടെന്ന്. അതായത് ഒരു 5000 രൂപ വാങ്ങി ഒരു ബാറുകാരന്റെ കയ്യിൽ നിന്നും 5000 രൂപ വാങ്ങിയതിന്റെ പേരിൽ കോൺഗ്രസ് പുറത്താക്കിയ ഒരു പാവപ്പെട്ട ഒരു ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റിന് ഈ പറയുന്ന തട്ടിപ്പുകാരിയുമായി ഇതുപോലെ സംഭാഷണം നടത്തിയ ബെന്നി ബെഹനാനും ഈ തമ്പാനൂർ രവിക്കുമെതിരെ ഒരു നോട്ടീസ് കൊടുക്കാൻ VM സുധീരൻ ധൈര്യമുണ്ടോ? അതാണ് ചോദ്യം. അതിൽ ചർച്ച ചെയ്യുമെന്നുള്ള ഉത്തരമാണ് ഷുക്കൂറിനുള്ളത്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. ഇടവേളയ്ക്ക് ശേഷം എടുത്ത അവർ കാണാം. നമസ്കാരം.